ചോറ് മുഴുവൻ തിന്നോ? ഏ ഓക്കെ, ഇതെന്താ 4 പേരേ ഉള്ളൂ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. എല്ലാരും എത്തിയോ? മിനിറ്റ് ഇപ്പൊ ഓണാക്കിയത്. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ എന്റെ DP കാണാത്തവര് എൻ്റെ അടുത്തൊന്ന് വന്നിട്ട് പേര് മെസ്സേജ് ചെയ്യണം കേട്ടാ. നിങ്ങളുടെ പേര് എന്താന്നുള്ളത് PM-ൽ വന്നിട്ട് മെസ്സേജ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? അതായത് എന്റെ കോണ്ടാക്ട്സിൽ ഇല്ലാത്തവര് ആയിരിക്കും എന്റെ DP കാണാതിരിക്കുക. അപ്പോ നിങ്ങളുടെയൊക്കെ നമ്പർ സേവ് ചെയ്യാനായിട്ടാണ്. റെഡി ഗൈസ്? റെഡിയാണോ? റെഡി റെഡി. ഓക്കെ, ചൈൽഡ് സൈക്കോളജി ആണ് അല്ലേ? അതെ. മിസ് എന്താ തല ചെരിഞ്ഞാണല്ലോ നിക്കണേ? ഇപ്പൊ റെഡി? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ. ഓക്കെ, എവിടെ മക്കളെ? ലീഡർ എവിടെ? ലീഡർ എവിടെ? ലീഡർ ഉണ്ടോ? ലീഡർ നമ്മള് ക്ലാസ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മള് ഓരോരോ മെത്തേഡും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. നമ്മൾ ക്ലാസ് വെച്ച് നോക്കുകയാണെങ്കിൽ കൈനസ്തെറ്റിക് അതിനെ പറ്റിയിട്ടാ പറയേണ്ടത്. ഓരോ അതിനെ കുറിച്ച് ഓഡിറ്ററി ഓർമ്മപ്പെടുത്താൻ പേഴ്സന്റെ പറഞ്ഞിട്ടുണ്ടായി. പറഞ്ഞു, ഇനി കൈനസ്തെറ്റിക് പേഴ്സണിനെ കുറിച്ച് പറയാനുണ്ട്. ഓക്കെ, അത് ശരി. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ചോദിക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ എന്താ അപ്പോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓരോ മെത്തേഡ് പഠിക്കേണ്ട മെത്തേഡ് വാവ് പറേശ ആ ഭാഗം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എക്സാം അല്ലേനു? ആ അല്ല അല്ലേനു. എക്സാം മറ്റേലേനു. അത് ഒരു സ്കൂൾ സ്കൂൾ ഓർഗനൈസേഷൻ ഓർഗനൈസേഷന്. ആയിരുന്നു. ഓക്കെ, അതിന്റെ റിസൾട്ട് ഒക്കെ എല്ലാരും ആഡ് ചെയ്തില്ലേ? ആ ആ ഓക്കെ, ആരായിരുന്നു ശരി. ടോപ്പർ? ഇവിടെ ഉണ്ടോ? ടോപ്പർ സുമാന, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വ്യക്തിയെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ അല്ലെ, ഇങ്ങനെ ഈ പറഞ്ഞ മാനസികമായിട്ടും ശാരീരികമായിട്ടും പല രീതിയിൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യങ്ങൾ അല്ലെ, ആ രീതിയിലാണ് വ്യത്യസ്തമാകുന്നതിന് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് പഠിക്കുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ എന്തായാലും കണക്ട് ആവുമായിരുന്നു. ലാസ്റ്റ് നമ്മൾ എന്തായിരുന്നു സെഷൻ എടുത്തത്? എക്സാമും കാര്യങ്ങളൊക്കെ നടക്കാം. മെന്റൽ ഡിഫറൻസ് ഓഡിറ്ററി പേഴ്സണിനെ കുറിച്ചാ പറഞ്ഞത്. ഓഡിറ്ററി വരെ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഓഡിറ്ററി പേഴ്സണിൽ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? വേർഡ്സ് ഓഫ് അഫർമേഷൻ അപ്പിയറൻസ് ഓക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. ഇനി നമുക്ക് കിനസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ വിഷ്വല് പറഞ്ഞു, ഓഡിറ്ററി പറഞ്ഞു, വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാഴ്ചക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികളല്ലേ, അല്ലേ? ആണോ? അതെ. അതുപോലെ അടുത്ത കുട്ടി ഏതായിരുന്നു? അടുത്ത കാറ്റഗറി ഏതായിരുന്നു? ഓഡിറ്ററി. ഓഡിറ്ററി അതായത് പേഴ്സൺ കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്ന കുട്ടികൾ.
ഓക്കെ, ഇനിയാണ് നമ്മൾ വളരെ പ്രധാനമായിട്ടുള്ള അടുത്ത സ്കില്ല് നോക്കാൻ പോകുന്നത്. പേരാണ് കിനസ്തെറ്റിക്, അല്ലെ? കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? ഒന്ന് ഞാൻ പറഞ്ഞോ, എന്ത് പറഞ്ഞോ? അവര് കേൾവിക്ക് പ്രാധാന്യം കൊടുക്കുന്നയാ. അപ്പൊ ഇവര് കണ്ട ആൾക്കാരുടെ എന്തായിരിക്കും, മുന്നേ പരിചയപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ച് പെട്ടെന്ന് പറയുമ്പോ എന്തായിരിക്കും ഇവർക്ക് പെട്ടെന്ന് ഓർമ്മ വരിക? ഇവര് ടച്ച് ചെയ്ത എന്തെങ്കിലും ഇതായിരിക്കും ടച്ച് പെട്ടെന്ന് ചെയ്തത്, ഓർമ്മ വരിക. ടച്ച് ചെയ്ത കാര്യങ്ങളായിരിക്കും. പിന്നെ ഉം വേറെ ആർക്കെങ്കിലും ഒന്നുമില്ല? ഒരാളെ പറയാനുള്ളൂ. അവരെ കണ്ട സ്ഥലത്തിനെ കുറിച്ച്. കണ്ട സ്ഥലത്തെ കുറിച്ചിട്ടായിരിക്കും. അതാരാണ്? കണ്ട സ്ഥലത്തെ കുറിച്ച് ആരായിരിക്കും? വിഷ്വൽ ആയിട്ട് ഇവരാരാ? കിനസ്തെറ്റിക്. കിനസ്തെറ്റിക് ടച്ചിന്, അതായത് കിനസ്തെറ്റിക് എന്ന് പറഞ്ഞാല് ടച്ച്, ഫീൽസ്, ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർക്ക് പെട്ടെന്ന് എന്ത് വരാ, എന്ത് വരാ, പഠിക്കാം. അവർക്ക് അവർ ആ ഒരു ഇതാണ് ഓർമ്മ പെട്ടെന്ന് ഓർമ്മയിൽ വരിക. അതുപോലെ അതാണ്, അതിലൂടെയാണ് അവർ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്നത്. ഞാൻ നേരത്തെ എന്തോ റോങ് പറഞ്ഞു, നിങ്ങൾ ആരും അതിനെ ക്രോസ് ചെയ്തില്ലല്ലോ. അതായത് കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിനാണ്? ടച്ചിനോ ഫീലിങ്സിനോ ആണ്. ഇതിനൊക്കെയാണ്, ടച്ചിനോ ഫീലിങ്സിനോ. അപ്പോ ഇവര് മുമ്പ് എപ്പോഴോ കണ്ട ഒരു വ്യക്തിയെ കുറിച്ചോ ആരെങ്കിലും പറഞ്ഞ ഒരാളെ കുറിച്ചോ പിന്നീട് ഓർക്കുമ്പോ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ എന്തായിരിക്കും, ആ വ്യക്തിയുടെ മീൻസ് ആ ഒരു ക്യാരക്ടറെ ആയിരിക്കും കൂടുതൽ അവർ ഓർക്കുക. അത് ഇന്ന് നല്ല ഒരു മനുഷ്യനായിരുന്നു, അങ്ങനെ അറിയില്ലേ നമ്മള് പറയാറില്ലേ, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു സ്വഭാവമായിരുന്നു, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് ഇങ്ങനെ ഹെൽപ്പായി, അല്ലെങ്കിൽ അന്ന് അയാൾ അങ്ങനെ ചെയ്തത്, ആ ഒരു ഇതില്ലേ. ചിലപ്പോ ദേഷ്യമായിരിക്കും, അന്നോൻ എന്നോട് ചെയ്തത് ഞാൻ ഒരിക്കലും മറക്കൂല. ലൈക്ക് ഫീലിങ്സിനായിരിക്കും ഇവര് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മനസ്സിലായില്ലേ? എങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണോ കേൾക്കണേ? ചക്കാവുന്നുണ്ടോ? ഇല്ല മാം, ഓക്കെ ആണ്. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണ്. ഓക്കെ, ഇനി ഈ കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികള് എങ്ങനെ, നമ്മൾ പറഞ്ഞു ഒരു ടീം എങ്ങനെ പഠിക്കുന്നു പറഞ്ഞു, ഉറക്കെ വായിച്ച് പഠിക്കുന്നു പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ ടീമോ? കേട്ടിട്ട് ഞാൻ നിങ്ങളുടെ ഓഡിറ്ററി ക്ലിയർ ആക്കി തന്നിട്ടില്ലേ? ഉണ്ട്. എല്ലാവർക്കും ഡൗട്ട് പോലെ വിഷ്വൽ ക്ലിയർ ആക്കി തന്നില്ല. അവരെങ്ങനെ പഠിക്കാന്നൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു. ഓഡിറ്ററിയുടെ കുട്ടികൾ ഉറക്കെ വായിച്ച് പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അവര് പഠിപ്പിക്കുന്ന രീതിയിലാണ് പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾ വളരെ മനസ്സിരുത്തിയാണ് വായിക്കുക, സൗണ്ടിൽ വായിക്കത്തില്ല. അങ്ങനെയാണ് അവർ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാല് കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും പഠിക്കുക? ഗസ്റ്റ് ചെയ്ത് ഇതെങ്കിലും നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്ത്. രണ്ടും കൂടി മിക്സ് ചെയ്ത്. രണ്ടും കൂടി മിക്സ് ആയിരിക്കും. ഓക്കെ, ഫൈൻ. ദെൻ അടിപൊളി. ചെയ്ത് പഠിക്കും. ചെയ്ത് പഠിക്കും. ഓക്കെ, ഗുഡ്. ദെൻ പുസ്തകത്തിൽ കൈ വെച്ച് നോക്കി അങ്ങനെ വായിച്ച് പഠിക്കുക. പുസ്തകത്തില് കൈവച്ച് നോക്കി അങ്ങനെ പഠിക്കും. ഓക്കെ, ശരി. ദെൻ കഴിഞ്ഞോ? മൈൻഡിൽ ഇങ്ങനെ വായിച്ചു പോവുക ചെയ്യാം. മൈൻഡിൽ വായിച്ചു. അതാരാ? വിഷ്വൽ വിഷ്വലൈസ്. കുട്ടികള്. ഓക്കെ, എക്സ്പോസ് ചെയ്ത് എങ്ങനെ? എക്സ്പോസ് ചെയ്ത് കണ്ട് പഠിക്കായിരിക്കും. നമ്മളിങ്ങനെ കൈകൊണ്ട് എണ്ണി അങ്ങനെയൊക്കെ. ഓക്കെ, അങ്ങനെ പഠിക്കും. എന്നാ ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ല, ഒരു വെറൈറ്റി അവര്. അതായത് ഈ കുട്ടിനെ നമ്മള് ഈ കുട്ടികൾക്ക് നമ്മൾ സ്റ്റഡി റൂം ഒന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. അവരെ സ്റ്റഡി റൂമിൽ പഠിക്കാൻ ഇരുത്തിന്ന് വിചാരിച്ചോ, കുറച്ചും പഠിക്കലിൽ എത്തിയിട്ടുണ്ടാവും ബുക്കും കൊണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞ് നോക്കിയാൽ പുറത്തുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ ബാൽക്കണിയിൽ ഉണ്ടാവും. ലൈക്ക് ഒരു സ്ഥിരമായിട്ടുള്ള എന്തില്ല ഇവർക്ക്, സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കുക എന്നുള്ള സാധനമില്ല. നിങ്ങൾ പറയില്ലേ, ഇത് നടന്നിട്ട് പഠിക്കുന്നത്, നിന്നെ ഞാൻ അപ്പുറത്ത് കൊണ്ടിരുത്തിയത് അപ്പോഴത്തേക്ക് ഈടെത്തിയെന്ന് ചോദിക്കും ബുക്ക് എടുത്തിട്ട്. ഇപ്പൊ നിങ്ങൾ മക്കൾക്ക് ഹോംവർക്ക് ഒക്കെ കൊടുത്തു നോക്ക്, നിങ്ങളുടെ ബേക്കിൽ അടുക്കളയിലും ആടെ ഈടെ ഒക്കെ വന്നിരുന്ന് എഴുതുന്നുണ്ടെങ്കിൽ മിക്കവാറും ആ കുട്ടി കിനസ്തെറ്റിക് ആവാൻ ചാൻസ് കൂടുതലാ. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ ഇത് കുറച്ച് കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കാം. പൊതുവെ കിനസ്തെറ്റിക് അത്ര ഇതായിട്ട് വരുന്നില്ല, പക്ഷെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കിനസ്തെറ്റിക് വരുന്നതും കാണുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ കുട്ടികൾ എങ്ങനെയാ, സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കാത്തവരാണിത്. ഇവരെന്താണ്, നടന്നുകൊണ്ട് പഠിക്കുക. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ നടന്നോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോണ്ട് പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ടോ? മറ്റു രണ്ട് ടീം ഒരു സ്ഥലത്ത് ഇരുന്നിട്ടാ പഠിക്കേണ്ടത്. ഇവർക്ക് നടന്നുകൊണ്ട് പഠിച്ചാലാണ് തലയിൽ കയറാ. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടീനെയും നമ്മൾ പാരന്റ്സ് വെറുതെ വിടൂല. അതായത് മനസ്സിരുത്തി വായിക്കുന്ന കുട്ടീനെ കണ്ടാ പറയും എന്ത്, നാളെ പറ്റിക്കാനുള്ള ബുക്ക് എടുത്ത് ഇരുന്നിട്ടുണ്ട്, അല്ല എനിക്കൊന്ന് ഉറക്ക വായിച്ച് പഠിച്ചാല് എന്ന് പറയും, പറയൂലേ? അതുപോലെ ഇനിയിപ്പോ മീൻസ് ഉറക്ക വായിക്കുന്ന കുട്ടികളാണെങ്കിൽ വെറുതെ വിടുവോ ഈ ഉമ്മമാര്? ഇല്ല. നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാൻ എനിക്ക് മനസ്സിരുത്തി വായിച്ചിടും, എന്നാലും തലിക്കേറൂന്ന് പറയും. ഇല്ലേ? ശരിയല്ലേ? ഇനി നടക്കുന്ന പഠിക്കുന്ന കുട്ടികളെ വെറുതെ വിടുവോ? അവരെയും വെറുതെ വിടൂല. ഏടെങ്കിലും ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് പഠിക്ക്. ഓക്കെ. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്ന അവസ്ഥ എന്താ? അവര് പഠിക്കോ? നല്ലോണം പഠിക്കോ അവര്? ഇല്ല. അവരുടെ ആ ഒരു മാക്സിമം അവർക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റൂല. ഉമ്മമാര് അവിടെ ബ്ലോക്ക് ചെയ്തു. ഒരു കുട്ടി വന്നു, റെമഡിക്ക് ഒരു കുട്ടി വന്നു, കുട്ടി വായിക്കുന്നില്ല. ഓക്കെ. ഈ കുട്ടി എങ്ങനെയും വായിക്കുന്നില്ല. അമ്മ ടീച്ചറാണ്, അച്ഛന് മാഷാണ്. അപ്പൊ ഈ കുട്ടിയാണെങ്കിൽ ഒട്ടും വായിക്കുന്നില്ല. വായന എന്ന് പറഞ്ഞ സാധനം ഈ കുട്ടിക്കില്ല. ഓക്കെ. കുറച്ചു കാലം ഉണ്ടായിരുന്നു, പെട്ടെന്ന് പോയി. അതൊരിക്കലും നമുക്ക് ലേണിംഗ് ഡിസേബിലിറ്റി അല്ലേ. നമ്മൾ കുറെ നോക്കി ഇത് എന്താണ് ഇതിന്റെ ബാക്ക് നോക്കണം. ആദ്യം വായിച്ചിട്ട് പിന്നെ വായിക്കാണ്ടിരിക്കാന്ന് പറഞ്ഞൊരു സാധനമില്ലേ. അങ്ങനെ കുട്ടിനെ ഇരുത്തി കുറെ ചോദിച്ച് ലാസ്റ്റ് ആ കുട്ടി പറഞ്ഞു എനിക്ക് മെല്ലെ വായിക്കുന്ന ഇഷ്ടം. അപ്പൊ എന്നെ ഇവരെന്ത് ചെയ്യും, ഈ മാഷ് ടീച്ചർമാർക്ക് ഉണ്ട് ഇങ്ങനെ പഠിച്ചോ ലൈക്ക് ആ പഠിപ്പിക്കുക ഒരു ഭയങ്കര ഇത് കൊടുക്കും, അവർ പ്രഷർ കൊടുക്കും. നീ എന്താ വായിക്കാതെ നിങ്ങക്ക് ഒച്ചത്തിൽ വായിക്കുക. അപ്പൊ ആ കുട്ടിനെ ബ്ലോക്ക് ചെയ്തതാ സംഭവം. ആ കുട്ടിക്ക് വായന എന്നുള്ളത് തന്നെ അവിടെ ബ്ലോക്ക് ആയി പോയതാ. അതുകൊണ്ട് കുട്ടിയുടെ ഇടപെടുന്ന സമയത്ത് ഇതൊക്കെ ശ്രദ്ധിക്കണം. കുട്ടി ഏതാണോ ഇഷ്ടപ്പെടുന്ന ആ മെത്തേഡിൽ നമ്മൾ തീരെ പഠിക്കാതിരിക്കുന്നതിനെ നമുക്ക് പറയാം എന്തെങ്കിലും എടുത്ത് വായിക്കാം, അങ്ങനെ പറയാം. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ പോയിട്ട് എന്താക്കാൻ നിൽക്കണ്ട, നിങ്ങൾ ചൊറിയാൻ നിൽക്കണ്ട. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ പഠന രീതി ഇങ്ങനെയാണ്. എന്നാൽ ഇവരുടെ ഹാൻഡ് റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നമ്മൾ ആദ്യത്തെ അവരുടേത് പറഞ്ഞു എന്ത്, അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടാകും, അല്ലെ, വലുതായിട്ട് എഴുതും, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കുട്ടികളുടെ അതുപോലെ മറ്റേ ടീമിന് എന്ത് പറഞ്ഞു? ഓഡിറ്റർ നല്ല നീറ്റായിട്ട് എഴുതും എന്ന് പറഞ്ഞു, അല്ലെ? കുത്തും ഇതൊന്നും ഉണ്ടാകത്തില്ല, വരച്ചിടും അതൊന്നും ഉണ്ടാകത്തില്ല. ഓഡിറ്റർ നല്ല നീറ്റായിട്ട് എഴുതും. ഉണ്ടാവില്ല പറഞ്ഞു. എങ്ങനെ? തെറ്റുകൾ അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. കുത്തി വരച്ചിട്ട് ഉണ്ടാകുന്നത് ആരുടേതാണ്? കുത്തി വരച്ചിടലല്ല, ലൈക്ക് ഈ വെറുതെ ഡിസൈൻ ഒക്കെ ചെയ്യലാണ് അവരെ പണി. അല്ലാണ്ട് വരച്ചിട തടഞ്ഞു കളിക്കുക അതൊന്നല്ല. അതേ സമയത്ത് അതൊന്നും ഉണ്ടാവില്ല എന്ന് ഓഡിറ്ററി പേഴ്സണിൽ പറഞ്ഞത്. ഓഡിറ്ററിയിൽ എന്ത് പറഞ്ഞു? ഇതൊന്നും ഉണ്ടാവില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും എന്ന് പറഞ്ഞു, അല്ലെ? ഓക്കെ. അപ്പൊ ഇവരുടെ പ്രശ്നം എന്തായിരിക്കും? ഇതെന്താ ഇവരുടെ ഒരു പ്രത്യേകത എന്തായിരിക്കും? പ്രശ്നമല്ല, പ്രത്യേകത എന്തായിരിക്കും പറയാൻ പറ്റുമോ? പറയൂ. ആർക്കൊന്നും പറയില്ല, എന്തെങ്കിലുമൊക്കെ പറ. അതായത് പിക്ചറും ഒന്നും ഉണ്ടാവില്ല, നടന്നല്ലേ പഠിപ്പിക്കുന്നു. ഓക്കെ. പിക്ചറും അങ്ങനെ വരക്കൊന്നും ചെയ്യില്ല എന്നുള്ളതാ. ആ ഓക്കെ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? കഴിഞ്ഞു. എടാ എല്ലാവരും പറ, എങ്കിലേ രസമുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കില്, കണ്ടോ, ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നീറ്റ് ആയിരിക്കും. കുറച്ച് ഒരു 2-3 ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് വേറൊരു ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ നോക്കുന്ന സമയത്ത് അത് വേറെ ഒരു ബന്ധമില്ലാത്ത ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. ഇവര് ഹാൻഡ് റൈറ്റിംഗിൽ ഒരു സ്ഥിരത ഇല്ലാത്തവരാ, മാറ്റിക്കൊണ്ടേയിരിക്കും. ഓക്കെ. ഒരേ ഹാൻഡ് റൈറ്റിംഗ് കീപ് ചെയ്യില്ല. മനസ്സിലായോ? ഇവരിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അവർ മാക്സിമം അവരുടെ എല്ലാം ആദ്യത്തിൽ ഒരു മോഡൽ നോക്കും, അടുത്തത് അങ്ങനെ ഉണ്ടാവില്ലേ? കണ്ടിട്ടുണ്ടോ? എന്റെയൊക്കെ ഏകദേശം അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ ആ കാറ്റഗറി ഞാൻ അങ്ങനെയാണ്. കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊക്കെ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾക്ക് തോന്നി അത് എന്റെ ബ്രദർ എങ്ങനെയാ? ആഹാ. ബ്രദറിന്റെ 2 പേജ് പിന്നെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും. പിന്നെ ഫ്രണ്ടിന്റെ ഏതെങ്കിലും ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ അതും മോഡലായിരിക്കും. അതെല്ലാം ഇതെന്താ ഇങ്ങനെ? അടങ്ങിയിരിക്കലും കുറവായിരിക്കും. കുറെ സമയം ഒന്നും തന്നെ ഇതായിട്ട് നിൽക്കൂല, സ്റ്റിക്ക് ഓൺ ആവില്ല. അവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ ന്യൂ അല്ലാണ്ട് ആ ഒന്നിൽ തന്നെ ഇരുന്ന് ചടച്ച് ആ സംഭവം ഇവർക്ക് ഉണ്ടാവില്ല.
ഇതാണ് അവരുടെ ഒരു മെയിൻ ഇല്ല, പ്രത്യേകത. എല്ലാം പുതിയത് വേണം, അങ്ങനെ ഒരു ചിന്ത ഫുള്ള്. യെസ്, അവർ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിരിക്കും, പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും ക്രിയേറ്റീവ് ആയിരിക്കും ഇവര്. അതായത് ഇവരെന്തെങ്കിലും ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എങ്ങനെയാ പഠിപ്പിക്കുക? കൂടുതൽ എന്താ നമ്മൾ അവരിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ആക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ടുള്ള വർക്ക്സ് കൊടുക്കണം. ഇപ്പൊ ഒരു ആപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ആ ആപ്പിള് അവര് കയ്യിൽ കൊടുത്തിട്ടും അതിനെ അങ്ങനെ ഇങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കൊണ്ട് കളിക്കണം, അതിനെ കൊണ്ട് അത് ആപ്പിൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ വേണ്ടി പറയണം. അങ്ങനത്തേനോടായിരിക്കും ഇവർക്ക് കൂടുതൽ താല്പര്യം. ആപ്പിൾ ഉണ്ടാക്കാൻ മീൻസ് ഒറിജിനൽ ആപ്പിൾ ഉണ്ടാക്കാല്ല, നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ടോ അങ്ങനെ നമ്മൾ അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് വരുന്നില്ല ഈ KG അല്ലെ? ഈ സാധനം കുറെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇങ്ങനെ അങ്ങത് ഉണ്ടാക്കി കൊണ്ടുവരാ, പൂവുണ്ട് ബൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരാ, അല്ലെങ്കിൽ എന്താണ് ലൈക്ക് സ്റ്റാർ ഉണ്ടാക്കി കൊണ്ടുവരാ, അതൊന്നും കുറച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഈ കാറ്റഗറി ഏതാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് LKG UKG നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്, ആ കുട്ടി ഇതാണെന്നുള്ളത്. അതുവരേക്ക് നമ്മളിങ്ങനെ എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ നോക്കിയേ, ഈ 3 കാറ്റഗറിയിലുള്ള കുട്ടികള് ഏത് കുട്ടി വന്നാലും പഠിക്കാൻ പറ്റുന്ന രീതിയിലല്ല LKG UKG ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആണോ അല്ലേ? ഉറപ്പായിട്ടും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ നിങ്ങൾ പല ട്യൂഷൻ സെന്റർ ആയിക്കോട്ടെ, ഇങ്ങനെ അക്കാദമി ആയിക്കോട്ടെ, അതിലൊക്കെ കാണും ഇങ്ങനെ വാക്ക് മെത്തേഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന് അവർ ഭയങ്കര ഷോക്കേസ് ചെയ്ത് പറയും. ലൈക്ക് നമ്മൾ അത്ര വലിയ സംഭവമാണ്. ഇത് എവിടുത്തെ മെത്തേഡാ നിങ്ങൾക്ക് അറിയോ? വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്നറിയോ? അറിയോ? അറിയുമോ? അറിയുമോ? ഇന്ത്യ. ഇന്ത്യ ആണോ? വാവ്, ഗ്രേറ്റ്. ഓക്കെ, ആക്ച്വലി അത് ഫിൻലാൻഡ് ആണ്. എവിടെയാണ്? ഫിൻലാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഇത് വേറെ ഇല്ല. ഓക്കെ, ഒരു കുട്ടിക്ക് എന്താ പറയാ, അവിടുത്തെ ആ ഒരു ചെറിയ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ അത്രയും കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അവരുടെ പഠിത്തത്തിനായിക്കോട്ടെ, ഇപ്പൊ അവിടെ ഒരു റെസ്റ്റോറന്റ് പോയി കഴിഞ്ഞാൽ പോലും അവിടെ ഒരു കപ്പിലെ കുട്ടികൾക്ക് ഇങ്ങനെ അവരെ ക്രിയേറ്റീവ് ആക്കാനും അവരെ എഡ്യൂക്കേഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യേണ്ട സാധനങ്ങൾ വരെ ഉണ്ടാവും എന്നാ പറയുന്നത്. അത്രയും പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ ആ ഒരു ഏജിലുള്ള കുട്ടിയൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ഏജിലുള്ള പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും സുഖം ഇല്ലാണ്ടായി വിചാരിച്ചു, ഒരു പനിയായി. ഓക്കെ, പനിയായി വിചാരിച്ചു, ആ പനി മാറുന്നത് വരെ അച്ഛനും അമ്മക്കും അവിടെ ലീവ് എടുക്കാം വിത്ത് പേയ്മെന്റ്. മനസ്സിലായില്ലേ? അത്രയും ആ ഒരു പഠിക്കുന്ന കുട്ടികളുടെ ഏജിൽ അവർ ഏറ്റവും കൂടുതൽ ശമ്പളം അവിടെ കൈപ്പറ്റുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഈ LKG UKG ടീച്ചേഴ്സ് ആണ്. ഇവരെല്ലാരും എടുത്തിട്ട് പോണ്ട, പെട്ടി കെട്ടി ഇറങ്ങണ്ട കേട്ടോ ഫിൻലാൻഡിലേക്ക്. മനസ്സിലായില്ലേ? അവിടെ എല്ലാം ഫ്രീ ആണ്. അവിടെ A to Z അവിടെ ഫ്രീ ആണ്. അവിടെ ജീവിക്കാൻ വളരെ കൂളാണ്. പക്ഷെ അവരുടെ ടാക്സ് ഫസ്റ്റ് ഒക്കെ എത്ര പിടിക്കേണ്ട എനിക്ക് അറിയത്തില്ല, അതിന്റെ എന്തോ അറിയില്ല. എനിവേ, ഫിൻലാൻഡിൽ ഇവർ ഫോളോ ചെയ്യുന്ന മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് വർക്ക് മെത്തേഡ്. ഓക്കെ, വർക്ക് മെത്തേഡ്. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു വസ്തുവിനെ കുട്ടിയിലേക്ക് കൺവേ ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 മെത്തേഡിലും കുട്ടിക്ക് ചെയ്യാന്നുള്ളതാണ്. ഒന്ന്, കുട്ടിക്ക് കാണാൻ സൗകര്യം ഉണ്ടായിരിക്കണം, കേൾക്കാൻ സൗകര്യം ഉണ്ടായിരിക്കണം, ഇതുമായിട്ടൊരു അനുഭവം കുട്ടിക്ക് ഉണ്ടായിരിക്കണം. മനസ്സിലായില്ലേ? ദിസ് ഇസ് എ ട്രീ എന്ന് കുട്ടിക്ക് ഒരു പിക്ചർ കാണിച്ച് പറഞ്ഞു കൊടുക്കണം. വോയിസിലൂടെ ആ മരത്തെ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദെൻ വേറെ ഒന്നുകൂടി വേണം, അതാണ് നേച്ചർ വാക്ക് എന്ന് പറയും. നമ്മളിപ്പോ ഫീൽഡ് ട്രിപ്പ്, നേച്ചർ വാക്ക്, ഈവനിങ് വാക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് സ്കൂളിൽ ഉണ്ടാവും ഒരു കാറ്റഗറി. അത് കുട്ടികൾക്ക് ഏത് കാറ്റഗറിയിലെ കുട്ടിക്ക് വേണ്ടിയിട്ട് ശരിക്കും ഏതാ? കിനസ്തെറ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്പർശനത്തിലൂടെയുള്ളത് ഭയങ്കരമായിട്ട് ഓർമ്മ ഉണ്ടാവും. അതുപോലെ ഇങ്ങനെയുള്ള കുട്ടികൾ ഫീലിങ്സ് കൂടുതലായിരിക്കും. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ദേഷ്യം വരും, കുറെ കാലത്തേക്ക് ഇതിങ്ങനെ ഓർത്തു വെക്കും. ഈ കുട്ടി അന്ന് ഉമ്മ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അല്ലേ, ഞാൻ മറക്കില്ല എന്ന് പറയുന്ന ലൈക്ക് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? ഇവരൊന്നുകൂടി ക്രിയേറ്റീവ് ആയിരിക്കും കേട്ടോ. ഹാൻഡ് വിത്ത് ഹാൻഡ്, അതായത് കൈ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ക്രിയേറ്റ് ആക്കാനും എല്ലാം ഭയങ്കര ഇഷ്ടപ്പെടും. പിന്നെന്താണ്, അവർക്ക് അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇവർക്ക് എങ്ങനെയുള്ള ടൈപ്സ് ഓഫ് അപ്രിസിയേഷൻ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക? ആ പറയൂ. ടച്ച് ചെയ്തോണ്ടുള്ള ടച്ച് ചെയ്തോണ്ടുള്ളത്. അതെങ്ങനെയാ പറഞ്ഞോ?
ആ നാച്ചുറൽ പാർട്സ് അവർ അതിനൊക്കെ ഉണ്ട്. ഷെയറായിട്ടൊക്കെ പുറത്തൊക്കെ അങ്ങനെ തട്ടിങ്ങോട്ടൊക്കെ പറയാറ്. ഓ ഗ്രേറ്റ്. സൂപ്പർ. യെസ്, അതായത് കുട്ടിനെ ഹഗ് ചെയ്യുക, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുക, പറഞ്ഞ പോലെ ഷോൾഡറിനൊക്കെ ഒരു തട്ടെടുത്ത് വാവ് വെൽ ഡൺ മൈ ബോയ് എന്നൊക്കെ പറഞ്ഞാലേ അവർക്ക് ഗിഫ്റ്റ് കിട്ടുന്നതിനേക്കാളും സന്തോഷം ഉണ്ടാവും. ഗിഫ്റ്റ് കിട്ടിയാൽ അതും സന്തോഷമാണ്, ഗിഫ്റ്റ് ഒക്കെ കിട്ടിയ ആർക്കാലും സന്തോഷമാണ്, കാരണം ഇത് മൂന്നും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ. അതേ സമയത്ത് ഈ ഒരു കാറ്റഗറിയിൽ ഒന്നുകൂടി കേറി നിൽക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഒരു ഡോമിനേഷൻ എന്ന് പറയും, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു ഇതിനെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാന്നുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് ഏറ്റവും സന്തോഷം ഏതായിരിക്കും? ആ കുട്ടിക്ക് ഒരു ഹഗ് കൊടുക്കുന്നതായിരിക്കും. ചില കുട്ടിക്ക് ഹഗ് ഒക്കെ ഭയങ്കര ഷൈ ആയിരിക്കും, പക്ഷെ ഈ കുട്ടികൾക്ക് ഒരു ഹഗ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, കിസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ക്ലാപ്പ് ഒക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ നല്ല ഇമോഷണലി ഉള്ള വേർഡ്സിൽ നീ എന്നെ അങ്ങനെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര ട്രബിളിലേക്ക് പോവാൻ, ലൈക്ക് അങ്ങനെയുള്ള ഭയങ്കര ടച്ചിങ് വേർഡ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഈ 3 കാറ്റഗറിയാണ് മെയിൻലി നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് കൊടുക്കേണ്ട ലേണിംഗ് മെത്തേഡ്സ്. ഈ മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് നോക്കാം. അതായത് ഓക്കെ, ഒരു ട്രീ നിങ്ങൾക്ക് തരുന്ന വർക്ക് ആണ് ഇത്. ഒരു ട്രീ ആണ് നമ്മൾ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഓക്കെ, ഒരു ട്രീ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അത് വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ കൊടുക്കും, ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒരു വിഷ്വൽ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത് ഹോംവർക്ക് ആണ്. ഓക്കെ, എന്ത് ചെയ്യണം? വിഷ്വൽ ആയിട്ടുള്ള കുട്ടിക്ക് നിങ്ങൾ ഏതൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാക്സിമം എഴുതണം കേട്ടോ. ദെൻ ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും ഒരു മരത്തെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തതാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ എന്തായാലും കീപ്പ് ചെയ്യേണ്ട സാധനമാണ്. അതായത് ഒരു കുട്ടി എന്തായാലും നിങ്ങൾ പോകുന്ന സ്കൂളിൽ LKG സ്കൂളിൽ ഈ ഇങ്ങനെ എന്താ പറയാ ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ നേച്ചർ വാക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പോവേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ പോകുമ്പോൾ ഒരു ടീച്ചർ, നമ്മളിപ്പോ ഒരു സ്വന്തം എന്റെ മോനെ കൂട്ടി കൊണ്ടുപോകുന്നതും ഒരു ടീച്ചർ സ്റ്റുഡന്റിനെ കൂട്ടി കൊണ്ടുപോകുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ എന്റെ ഉദ്ദേശവും കുട്ടിനെ മരം എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കണം, അതേസമയത്ത് ഒരു ടീച്ചറുടെ ഉദ്ദേശവും മരം എന്താന്ന് കുട്ടിനെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ ഇത് രണ്ടും രണ്ട് രീതിയായിരിക്കും. എന്തുകൊണ്ട് ഈ രണ്ട് രീതി വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണ്? എന്തായിരിക്കും വ്യത്യാസം? ഒരാള് വെൽ പ്രിപ്പയർഡ് ആയിരിക്കും. ആര്? ഇല്ല, ഒരാള് പ്രിപ്പയർഡ് ആയിരിക്കും. ആരാ? ഉറപ്പായിട്ടും ടീച്ചർ. അതായത് നിങ്ങൾ എഴുതി വെക്കണം, ഞാന് നാളെ കുട്ടിനെയും കൊണ്ട് പോയി കഴിഞ്ഞിട്ട് എന്തൊക്കെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് ലിസ്റ്റ് ചെയ്യണം. ഒരു മരത്തെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അതൊന്നും കേൾക്കട്ടെ, നിങ്ങൾ ടീച്ചേഴ്സിന്റെ വായിന്ന് എന്തൊക്കെ കേൾക്കട്ടെ. ഒരു കുട്ടി മരത്തിന്റെ A to Z പഠിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. പറഞ്ഞു. ഇപ്പൊ നമുക്കൊരു ഏത് മരം എടുക്കാം, ഒരു മാവ് പിടിച്ചോ, മാവിനെ കുറിച്ചിട്ട് ഈ കുട്ടിക്ക് എന്തൊക്കെ നമുക്ക് കൊടുക്കാം, പറഞ്ഞു. മാവ് നല്ല ഫലം തരുന്ന ഒരു വൃക്ഷമാണ്. ഓക്കെ. പിന്നെ വളർന്നു വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ചെറിയ മാവിലും വളരുന്നുണ്ട്, വേഗത്തിലാവുന്നുണ്ട് 1 വർഷം കൊണ്ട് തന്നെ. ഓക്കെ. പിന്നെ പലതരത്തിലുള്ള മാങ്ങകളുണ്ട്, ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആണ്. അത് ഓരോ തൊലികള് ഓരോ ഇതാണ്, ഓരോ ടൈപ്പാണ്. ഓക്കെ, പിന്നെ ഒരു മിനിറ്റ് ഞാൻ പറയുമ്പോ നിങ്ങൾ കാണിച്ചെടുത്തോണ്ട് പറയേണ്ട കാര്യമാണേ. ഇതൊന്നും നമുക്കിപ്പോ കാണിച്ചു, അത് ജസ്റ്റ് ആദ്യം ഒന്ന് ഇത് കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറയണം. ഈ മാങ്ങ ഉണ്ടോ, ഇതിന്റെ ഷേപ്പ് കണ്ടില്ലേ, ഇതിങ്ങനെയാണ് അല്ലെ. ഇതുപോലെ വേറെയും പല ഷേപ്സിലുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ടും ടച്ച് ചെയ്തിട്ടും എല്ലാം വരണം. ഇതിൽ 3 ആഡ് ആയിക്കോട്ടെ, കിനസ്തെറ്റിക് ആയിക്കോട്ടെ, വിഷ്വൽ ആയിക്കോട്ടെ, ഓഡിറ്ററി ആയിക്കോട്ടെ, 3 ടൈപ്പുള്ള കുട്ടികൾക്കും ഈ നേച്ചർ വാക്ക് പോകുന്ന സമയത്ത് ഇത് കിട്ടണം. പറഞ്ഞു. ഇത് നമുക്ക് സ്കൂൾ ഓർഗനൈസേഷനിൽ ഈ വർക്ക് വരുന്നുണ്ട്, നിങ്ങൾ ഇപ്പൊ ഇത് ചെയ്യണം കേട്ടോ. ആ മരത്തിന്റെ ചോട്ടിൽ നിന്നിട്ട് തണലുണ്ടാവുമല്ലോ എന്തായാലും, അപ്പൊ അത് പറഞ്ഞെടുക്കാം. മരങ്ങൾ നമുക്ക് എന്ത് തരുന്നു? തണല് തരുന്നു. അവർക്ക് ഫീൽ ചെയ്ത് കൊടുക്കുക. കുറച്ച് അപ്പുറം നിർത്തിയിട്ട് കാണിച്ചു കൊടുക്കുക. ഇതിനേക്കാൾ സുഖം എവിടെ നിൽക്കുമ്പോ, ഇതിന്റെ താഴെ നിൽക്കുമ്പോഴാണ്. പിന്നെ പിന്നെ തന്നെ അസ്റ്റൊക്കെ ഉണ്ടാവില്ലേ, എന്താ കിളിന്റെ കൂടുകളൊക്കെ ഉണ്ടാവില്ലേ മരത്തില്. അപ്പൊ ഞമ്മക്ക് മാത്രമല്ല, ഫർഹാനയും സഫൂറയും ഉള്ളൂ ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ എവിടെ?
കമോൺട്രാ. മാങ്ങ കാണിച്ചു കൊടുത്തിട്ട് ചെടീനെയും മരത്തിനെയും മാങ്ങനോട് നമുക്ക് ജ്യൂസ്, ജാമ് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാന്ന്. ഇത്ര അടിപൊളി ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. വെരി ഗുഡ്. അതായത് ഒരു മാംഗോ വെച്ച് എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കാം. വെരി ഗുഡ്, സൂപ്പർ. പോരട്ടെ. ഉം കഴിഞ്ഞോ? ചെടീനെയും മരത്തിനെയും കമ്പയർ ചെയ്ത് അതിന്റെ വലുപ്പം അതില് ചെടീനേക്കാൾ ഒരുപാട് ഇലകളുണ്ട്. അതുപോലെ യെസ്. അതുകൊണ്ടാണ് അതിൽ പക്ഷികൾ വന്ന് കൂട് കൂട്ടുന്നത്. പിന്നെ അതിലുണ്ടാവുന്ന ഫലങ്ങൾ കഴിക്കാൻ പറ്റും. അതുകൊണ്ട് കൂടിയാണ് അവിടെ പക്ഷികൾ വന്നിരിക്കുന്നത്. പക്ഷികൾക്ക് മാത്രമല്ല നമുക്കും അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. നമ്മൾ വീട്ടില് വിറക് കത്തിക്കാൻ ഉപയോഗിക്കും. അങ്ങനെയൊക്കെ അതിന്റെ ഉപകാരങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. വെരി ഗുഡ്, സൂപ്പർ. ഒരുപാട് പറഞ്ഞു അല്ലെ? എന്തായാലും അടിപൊളി. നമുക്ക് പറ്റുവാണെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുക്കാം. മീൻസ് ഒരു ഡേ നിങ്ങൾക്ക് തരികയാണ് ആ കുട്ടിന്, അതേ നിങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ളൂ. ഓക്കെ, ഈ കുട്ടിനെ നമുക്കൊന്ന് നേച്ചർ ഒബ്സർവേഷൻ അങ്ങനത്തെ ഒരു ഭാഗം തന്നെയുണ്ട് ടീച്ചിങ്ങില്, പ്രീ സ്കൂളിൽ. അപ്പൊ അതങ്ങനെ കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഞാൻ തരുന്ന വർക്ക് ഒന്ന് മരവും ഒന്ന് കുളവുമാണ്. ഈ രണ്ട് സംഭവങ്ങൾ നിങ്ങൾ കുട്ടിനെ പഠിപ്പിക്കണം. ഇതിൽ നിങ്ങൾ എന്തൊക്കെ മാക്സിമം ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്ക് കിട്ടുന്നത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ് ചോദിക്കും. ഈ 3 ഏറ്റവും രീതിയിലുള്ള കൂടുതൽ കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ പഠിപ്പിക്കണം ഇതാണോ, അല്ലെങ്കിൽ മൊത്തത്തില്? 3 ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണോ വേണ്ടി? 3 ഇൻക്ലൂഡഡ് ആയിരിക്കണം. നേച്ചർ വാക്ക് എന്ന് പറയുമ്പോൾ 3 ഇൻക്ലൂഡഡ് ആണ്. മിസ് ഒരു ഡൗട്ട് പ്രധാനമായിട്ടും ചോദിച്ചോട്ടെ. പിന്നെ നമ്മള് PPTT6 സ്റ്റുഡന്റ്. അപ്പോ നമ്മള് ഇത് അഡീഷണൽ ആയിട്ട് കേൾക്കുന്ന ക്ലാസ് ആയത്. അപ്പൊ വർക്ക് ചെയ്ത പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുമോ? എക്സാം ഉണ്ടാവില്ല എന്ന് ഉബൈസ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. എന്താ ക്വസ്റ്റ്യൻ എന്താ? ഞാനും ഷർമീന എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റും PPTTCന്ന് ക്ലാസ് അഡീഷണൽ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് വന്നതാ. നമുക്ക് ആ സബ്ജക്ട് ഓൾറെഡി ഇല്ല. അപ്പോ പിന്നെ ഇതിന്റെ ക്ലാസ്സിൽ വർക്ക് ചെയ്താല് പോയിന്റ് കാര്യങ്ങളൊക്കെ കിട്ടുമോന്ന് ചോദിക്കുന്നത്. വർക്ക് ചെയ്യാം. അങ്ങനെ ഓക്കെ കിട്ടും. ബുക്കും കാര്യങ്ങളും എക്സാമും നമുക്ക് ഉണ്ടാവില്ല എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇന്റേണൽ മാർക്കിലേക്ക് പോവാട്ടോ. നിങ്ങളുടെ പേര് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇന്റേണൽ മാർക്ക് ആഡ് ചെയ്യും. ഇവിടെ കോഴ്സിൽ നിങ്ങളെ പേര് വരുന്നുണ്ടെങ്കിൽ അവിടെ ഇന്റേണൽ മാർക്ക് ആഡ് ചെയ്യും. അപ്പുറത്താണ് വരുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ആഡ് ചെയ്യും. അങ്ങനെ വരാം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഇത് എന്തായാലും കരിയറിൽ അതല്ല, അങ്ങനെയല്ല പറയുന്നേ. ആഹാ ഇവർക്ക് ഈ സൈക്കോളജി ഇല്ല, ഈ സബ്ജക്റ്റേ ഇവർക്കില്ല. ഇവര് ജസ്റ്റ് ഈ ക്ലാസ് ഇതിനെ കുറിച്ച് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ചൈൽഡ് സൈക്കോളജി കുട്ടികളുടെ ഉള്ളൂ. അടുക്കലേക്കാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പൊ ഇവര് ചൈൽഡ് സൈക്കോളജി പഠിക്കൽ നല്ലതല്ലേന്ന് വിചാരിച്ചിട്ട് ക്ലാസ് കേൾക്കുന്നത്. ഗ്രേറ്റ്. നല്ലൊരു നമ്മൾ decision. ചോദിച്ചു വാങ്ങിയ ഒരു ക്ലാസ് ആയത്. അപ്പോ അത് Yes, വളരെ നല്ലൊരു തീരുമാനം. ചൈൽഡ് സൈക്കോളജി പഠിച്ചാൽ ഒരു ടീച്ചർക്ക് ഒരു ഏറ്റവും ബെസ്റ്റ് പലതരത്തിലുള്ള കുട്ടികളാണല്ലോ നമ്മളെ അടുക്കലേക്ക് വരിക. ഇപ്പൊ 3 ടൈപ്പ് കാറ്റഗറി പറഞ്ഞല്ലോ. അതെ, ഇതിപ്പോ അപ്പുറം കേട്ടില്ലായിരുന്നെങ്കിൽ ഇതിപ്പോ അപ്പുറം പറയണമെന്നില്ല. അപ്പുറം പറയൂല ഇത്. അതിപ്പോ ഇവിടെ വന്നോണ്ട് ഇവിടെ കിട്ടി. അങ്ങനെ ഓക്കെ ഫൈൻ. അപ്പൊ മാം, ഈ ചൈൽഡ് സൈക്കോളജി അപ്പൊ എല്ലാ ഇതിൽ ചെയ്യുന്ന ടീച്ചർക്കും വർക്കുകളുടെ അറിയേണ്ട ഒരു പോയിന്റ് കാര്യല്ലേ? അതെന്താ ഓല് കൊടുക്കാത്ത, പ്രൊവൈഡ് ചെയ്യാത്ത എന്താ? എങ്ങനെ? ഈ ചൈൽഡ് സൈക്കോളജി അറിയണേ, കുട്ടികളെ സൈക്കോളജി എല്ലാ ടീച്ചേഴ്സിനും അറിയേണ്ട ഒരു കാര്യല്ലേ? അതെന്താണ് ഓർക്ക് പ്രൊവൈഡ് ചെയ്യാത്തത് ഞാൻ ചോദിക്കുന്നത്. അതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. പിന്നെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടിലും ബ്ലെൻഡ് ചെയ്ത് പോകും. ഓക്കെ, അതേ സമയത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് മീൻസ് ഇപ്പൊ നിങ്ങൾ ഈ മോണ്ടിസറി കുട്ടികളൊക്കെ ടീച്ചേഴ്സ് ഒക്കെ വലിയ വലിയ സ്കൂളിലായിരിക്കും ഒന്നാമത് ജോയിൻ ചെയ്യുക. വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് വരുന്ന കുട്ടികളുടെ അടുത്തേക്കായിരിക്കും നിങ്ങൾ പോവുക. അപ്പൊ ആ ഫീസിനനുസരിച്ചിട്ടുള്ള ഒരു നിങ്ങളുടെ അടുത്ത് പോണം, സർവീസ് പോണം. അപ്പൊ നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ഒന്നുകൂടി സ്പെഷ്യലൈസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. ചൈൽഡ് സൈക്കോളജി ഒരു ഇതായിട്ട് തന്നെ തന്നിട്ട് അപ്പുറത്തെന്ന് പറയുമ്പോൾ ബേസിക്സ് കൊടുക്കും. അതായത് ഒരു കുട്ടി എങ്ങനെ പഠിക്കുന്നു അതിന്റെ ബേസ് മാത്രം. ഞാൻ അപ്പുറത്തും പറയാറുണ്ടല്ലോ, ഈ കുട്ടി ഇങ്ങനെ 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 എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ ബേസ് മാത്രം ജസ്റ്റ് പറഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്യാം കേട്ടാ. അതും ഉണ്ടാവില്ല, ചില സ്ഥാപനത്തിൽ അതില്ല. ഞാൻ റെമഡി പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പുറത്തൊക്കെ മനസ്സിലായില്ലേ? ക്ലിയർ? സ്റ്റക്ക് ഉണ്ട് എനിക്ക്, കട്ടായിട്ടേ ഉള്ളത്. ഞാനും അങ്ങനെയാണോ? എനിക്ക് ഇടക്ക് സ്റ്റക്ക് വരുന്നുണ്ട്. അപ്പൊ എനിക്കുള്ള പ്രശ്നമാണോ മൊത്തത്തിലാണോ അറിയില്ല, അതുകൊണ്ട്. ഇല്ല ക്ലിയർ ആണ് മിസ്സിന്റെ വോയിസ്. ഇല്ല, നമ്മക്ക് അനക്ക് കിട്ടാന്ന്. എനിക്ക് സ്റ്റക്ക് വരുന്നുണ്ട്, വിഷ്വലും സ്റ്റക്കാണ്. ഓക്കെ, സജ്ജമ ഇടക്കൊന്നും സജ്ജമാനെ കാണുമ്പോ നിങ്ങൾക്കും അതുപോലെ ഉണ്ടോന്ന് അറിയില്ല. എനിക്ക് നമുക്ക് നോക്കാം.
പല വ്യത്യാസങ്ങളും നമ്മൾ പറഞ്ഞു. ഒന്ന് ശാരീരിക വ്യത്യാസങ്ങളാണ്. അതിൽ എന്തൊക്കെ പറഞ്ഞു? ഉയരം, ഭാരം, ശരീരഘടന, അത് പോസ്ചർ അല്ലെ, അത് ശാരീരിക ശക്തി, ഇത്രയും കാര്യങ്ങളിൽ, അതായത് ഒന്ന് എല്ലാ കുട്ടി ഒരേ സെയിം ഏജ് ആണെങ്കിലും വെയിറ്റിൽ ഡിഫറൻസ് ഉണ്ടാകും, ഹൈറ്റിൽ ഡിഫറൻസ് ഉണ്ടാകും, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പോസ്ചറിൽ ഉണ്ടാകും, പിന്നെ ആ ഒരു അവരുടെ സ്ട്രെങ്ത്തിൽ ഉണ്ടാവും, ഒരു ബോഡി സ്ട്രെങ്ത് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. ശാരീരികമായി മീൻസ് ഫിസിക്കൽ ആയിട്ടുള്ള ഡിഫറൻസസിൽ ഇതിലൊക്കെ ആയിരിക്കും ഇവർ വ്യത്യസ്തരാവുക. ഒരു 2-3 കുട്ടികളെ ഒരുമിച്ച് നിർത്തി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിലൊക്കെ ഇവര് വ്യത്യസ്തരായിരിക്കും ശാരീരികമായിട്ട്. ഇനി മാനസിക വ്യത്യാസങ്ങൾ അഥവാ മെന്റൽ ഡിഫറൻസസിൽ വരുന്നത്, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല. ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഇതിലൊക്കെ അവർ വ്യത്യസ്തരായിരിക്കും. പിന്നെന്താ ഉദാഹരണങ്ങൾ? ബുദ്ധിശക്തി, അതായത് ഇന്റലിജൻസ്, ഐക്യൂല് ഇവർ ഡിഫറെന്റ് ആയിരിക്കും. ഒരു കുട്ടിക്കുള്ള ഐക്യു തന്നെ ആയിരിക്കില്ല മറ്റേ കുട്ടിക്ക്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള പല മെത്തേഡ്സും ഉണ്ട്. അപ്പൊ അത് ആരങ്ങനെ എടുത്ത് പറയൂല നിങ്ങളെ കുട്ടിക്ക് ഇത്രേ ഐക്യു ഉള്ളൂ എന്ന് ഒരാളും പറയാൻ പറ്റൂല എന്നാണ്. പിന്നെ ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് നമുക്കൊരു ഒരു 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 ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലേ നമ്മളത് പറയുള്ളൂ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി അടുത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എത്രാമത്തെ പറഞ്ഞത്? ഇതല്ലേ മെന്റൽ ഡിഫറൻസസ് അല്ലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത് അല്ലെ? അതെ. ഓക്കെ, അടുത്തത് ചിന്തിക്കാനുള്ള കഴിവില്, പിന്നെ ഓർമ്മശക്തി എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആയിരിക്കൂല അല്ലെ? അതായത് നിങ്ങൾ 2 മക്കളെ തന്നെ എടുത്തു നോക്കിയാൽ മതി. മൂത്താള്, രണ്ടാമത്തെ ആള്. ഒരാൾക്ക് ഇന്ന് പഠിപ്പിച്ചെടുത്ത നാളെ ഓർമ്മയുണ്ടാവും, മറ്റാൾക്ക് ചിലപ്പോ ഇന്ന് പഠിപ്പിച്ച രാത്രി ആകുമ്പോഴേക്കും മറക്കുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് അങ്ങനെ ഓർമ്മശക്തിയിലും കുട്ടികൾ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിൽ ഒരു കുട്ടിയെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് പ്രോബ്ലം വന്നാലും ഞങ്ങൾ തന്നെ വിചാരിച്ചു പോയില്ലേ ചില കുട്ടികളെ കാണുമ്പോ, ഓ ഗോഡ് ആ കുട്ടി എത്ര ഭംഗിയായിട്ട് അത് സോൾവ് ചെയ്തേ അല്ലെ? പക്ഷെ ചില കുട്ടികളോ അതിൽ കുടുങ്ങി മെഴുക എന്ന് പറയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോകുന്നതും കാണാം. എങ്ങനെ സൊല്യൂഷൻ വേഗം ഉമ്മാന്റെ അടുത്തേക്ക് വരും. അത് നിങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്യരുത്. അതായത് ഏത് കുട്ടിയൊക്കെ വരുന്നറിയോ? ഉമ്മ ഇവനെന്നെ അടിച്ച്, ആരാ എന്റെ മോനെ അടിച്ചേ പറഞ്ഞിട്ട് വേഗം അതെടുക്കണം. ഉമ്മമാരെ മക്കൾ അങ്ങനെ ആവില്ല. വേഗം പ്രോബ്ലം സോൾവിങ് ആരാവാ? ഇഗ്നോർ ചെയ്യണം അമ്മ. എന്ത് ചെയ്യണം? അത് കുഴപ്പമില്ല, കുട്ടികളല്ലേ, നിങ്ങൾ അയക്കോ, നിങ്ങൾ എന്തെങ്കിലും അയക്കോ, എന്റെ അടുത്ത് വരേണ്ട ആവശ്യമില്ല, നിങ്ങളായിട്ട് തീർത്തോ എന്ന് പറയണം. കുട്ടികളുടെ കാര്യത്തിൽ ആര് വലിയവര് ഇടപെടാതിരിക്കുക. അപ്പൊ അവരെന്നെ അതിന്റെ സോൾവിങ് സൊല്യൂഷൻസ് അവർ കാണും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പ്രോബ്ലം സോൾവിങ് ഇത് ഉണ്ടാവും. അതുപോലെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. ഫ്രണ്ട് സർക്കിളിലാണ് പ്രോബ്ലം സോൾവിങ് വരുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിസ്കഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ നീ ആടെ നിൽക്കും. ഇവർക്ക് കളിക്കണം എന്തായാലും, അത് അവരുടെ നീടാ. ഇവർ സോൾവ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് മോട്ടോർ കഴിവുകളിലെ വ്യത്യാസം, അതായത് മോട്ടോർ എബിലിറ്റി. മോട്ടോർ എബിലിറ്റി എന്ന് പറയും. മോട്ടോർ എബിലിറ്റി ഡിഫറൻസസ്. നമ്മൾക്ക് എത്ര മസിൽസ് ഉണ്ട്? മെയിൻ ആയിട്ട് പറഞ്ഞ 2 മസിൽസ് ഏതൊക്കെയാ? മോട്ടോർ മസിൽസ്, 2 മെയിൻ മോട്ടോർ മസിൽസ് പേരറിയോ? അറിയാമോ? ഗസ് ഉണ്ടോ? ഇത് ഒരു ടീച്ചർ, ആസ് എ ടീച്ചർ നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. 2 തരം മസിൽസ്. മോട്ടോർ എന്ന് പറഞ്ഞാൽ ചലിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് മോട്ടോർ മസിൽസ് എന്ന് പറയാം. ചലിപ്പിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പേശികൾ. ഇപ്പൊ ഞാൻ ഈ കൈ ഇങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ ഇത് അനക്കണമെങ്കിൽ എനിക്ക് ആ പേശി എന്നെ ഹെൽപ്പ് ചെയ്യണം. ആ പേശിക്ക് ബലമില്ല എന്ന് വിചാരിക്കുക, അതില്ലെങ്കിൽ എനിക്ക് ഇതിങ്ങനെ അനക്കാൻ പറ്റൂല. മനസ്സിലായോ? അപ്പൊ ഇതിന് പറയണതാണ് ഒന്ന് ഫൈൻ മോട്ടോർ മസിൽസ്, മറ്റൊന്ന് ഗ്രോസ് മോട്ടോർ മസിൽ. പെട്ടെന്ന് എഴുതിയെടുത്തോ, അത് നിർബന്ധമായിട്ടും ആസ് എ ടീച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ സ്കൂൾ ഓർഗനൈസേഷനിൽ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ. നിങ്ങൾ ഇതെന്താ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, മോട്ടോർ എബിലിറ്റിയിൽ മെയിൻ ആയിട്ട് 2 മസിൽസ് ഉള്ളത്. ഒന്ന് ഫൈൻ മോട്ടോർ മസിൽസ്, 2 ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, അവിടെ ജസ്റ്റ് പറഞ്ഞിട്ട് ഉള്ളൂ. ഓക്കെ, അതായത് ഫൈൻ മോട്ടോർ മസിൽസ് എന്ന് പറഞ്ഞാല് സ്ഥൂലപേശി അങ്ങനെയൊക്കെ ഉണ്ട്. മലയാളം നമുക്ക് വേണ്ട. നമുക്ക് ഫൈൻ മോട്ടോർ എന്ന് പറഞ്ഞാല് നമ്മുടെ ചെറിയ അവയവങ്ങളെ ചലിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നേ, മെയിൻലി നമ്മുടെ ഫിംഗേഴ്സ്. ഓക്കെ, നമ്മുടെ ഈ ഫിംഗേഴ്സിനെ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ആക്കുന്ന സാധനമാണ് എന്ത്? ഫൈൻ മോട്ടോർ മസിൽ. പഠിച്ചു വെച്ച ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ മസിൽസിന് പവർ ഇല്ലാത്ത, മീൻസ് ആക്ടിവേഷൻ കുറഞ്ഞ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പെൻസിൽ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. പെൻസില് കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ലെജിബിലിറ്റി കുറവായിരിക്കും, അതായത് അവരുടെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമായിരിക്കും.
ഓക്കെ, ചില കുട്ടികളെ കാണുന്നില്ല, എത്ര വലിയ വയസ്സായി കഴിഞ്ഞാൽ ഒരു ചോറ് തന്നെ പിടിക്കാൻ അറിയുന്നില്ല, ഒരു ഗ്ലാസ് പിടിക്കാൻ പറ്റുന്നില്ല. ലൈക്ക് അതെന്തില്ലായിട്ടാണ്? ഇവർക്ക് ഈ സാധനം ഇല്ല. ഏത് സാധനം? ഈ മോട്ടോർ മസിൽസിന്റെ കുറവാണ്, ആക്ടിവേഷന്റെ കുറവാണ് നമ്മളിവിടെ, അതിന്റെ ഡെവലപ്മെന്റിന്റെ കുറവാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു കുട്ടിക്ക് സൂചിയിൽ നൂല് കോർക്കണം എന്നുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അത് പറ്റുള്ളൂ. ഐ ഹാൻഡ് കോർഡിനേഷൻ വേണ്ട കാര്യങ്ങൾക്ക്, ഐ ഹാൻഡ് കോർഡിനേഷൻ എന്ന് അറിയോ? കയ്യെത്തുന്നിടത്ത് കണ്ണെത്താന്ന് പറയുന്നിട്ടോ. ഓക്കെ, നല്ല ഐ ഹാൻഡ് കോർഡിനേഷനും നല്ല മോട്ടോർ എബിലിറ്റി ഉള്ള കുട്ടിക്ക്, ഫൈൻ മോട്ടോർ ഇതിലും ഡെവലപ്മെന്റ് നടന്ന ഒരു കുട്ടിക്ക് മാത്രമേ സൂചിയിൽ നൂല് കോർക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അതുപോലെ ഈ നമുക്ക് ഈ ഈ ഒരു കഴിവ് കുട്ടികളിലേക്ക് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ബിൽഡപ്പ് ചെയ്താലേ ഈ കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ, കുട്ടികൾക്ക് പെൻസിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത് ഓക്കെ ആവാത്ത ഒരു കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ വരുന്ന പറയുന്നത്. മനസ്സിലായില്ലേ? ഓ ചോക്ലേറ്റ് ഉണ്ടാക്കട്ടെ നീ? ചോക്ലേറ്റ് ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കട്ടെ കുടിക്കാന്? ഒരു കുപ്പി ഫുള്ള് വെള്ളം കുടിച്ചിട്ട് സ്കൂളിൽ നിന്ന് എന്തായിരുന്നു? എവിടുന്നോ സൗണ്ട് വരുന്നു, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം മക്കളെ. ഓക്കെ, അതായത് കുട്ടികൾക്ക് ഫിംഗർ ഗ്രിപ്പ്, ഹാൻഡ് റൈറ്റിംഗ്, പെൻസിൽ ഹോൾഡിങ്, പിന്നെ ഈ മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് വേണം? ഈ ഒരു ഫൈൻ മോട്ടോർ മസിൽ ഡെവലപ്മെന്റ് ആയിരിക്കണം. ഡെവലപ്മെന്റ്. യെസ്, വെരി ഗുഡ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. ഇത് നല്ല സെറ്റ് ആവാൻ വേണ്ടി കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. അതായത് നമ്മുടെ ഉദ്ദേശം ഈ കൈ നല്ലോണം എന്താവണം? വർക്ക് ആവണം. അപ്പൊ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കും? ഈ കുട്ടിയുടെ കൈ നല്ലോണം ഈ ഒരു എക്സസൈസ് കിട്ടുന്ന രീതിയിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടിക്ക് കൊടുക്കാം? പറഞ്ഞേ. സ്മൈലി ബോൾസ്, വെരി ഗുഡ്, അടിപൊളിയാ. അത് കളിക്കാൻ വേണ്ടി കൊടുക്കാം. പിന്നെ ബീഡ്സ് ആക്ടിവിറ്റി, പിക്ക് ചെയ്തിട്ട് ഉള്ള ആക്ടിവിറ്റി, ബീഡ്സ് പിക്ക് ചെയ്തിട്ട്. വെരി ഗുഡ്, ബീഡ്സ് പിക്ക് ചെയ്യുന്ന സൂപ്പറാണ്. ദെൻ ചിത്രം വരച്ചു കൊടുക്കുക, വരയ്ക്കാൻ പറയും. ബട്ടണിങ്, യെസ്, ബട്ടണിങ് ആക്ടിവിറ്റി ഈസ് വെരി ഗുഡ്. ദെൻ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പിഴിയുന്നത്. യെസ്, സ്പോഞ്ച് സ്ക്വീസിങ്, വെരി ഗുഡ്. ഇതൊക്കെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് കേട്ടോ. ദെൻ ഗുഡ് സൂപ്പറാണ്. ദെൻ പേപ്പർ കട്ടിങ്, പേപ്പർ കട്ട്, വെരി ഗുഡ്, സൂപ്പർ. കത്രിക ഉപയോഗിച്ചിട്ട് യെസ് യെസ്, മുത്ത് കോർക്കുക, വെരി ഗുഡ്. ഒരുപാട് വരുന്നുണ്ട്, വെരി ഗുഡ്, ഗ്രേറ്റ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 എണ്ണം ഞാൻ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും. കളറിങ്, സ്ക്രിബ്ലിംഗ്. ലൈക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? കുട്ടികൾക്ക് വെറുതെ ക്രയോൺസ് കൊടുത്ത് 2-3 വയസ്സിനിടയിലുള്ള കുട്ടികൾക്ക് വെറുതെ ക്രയോൺസ് കൊടുത്തിട്ട് വെറുതെ ഒരു പേപ്പർ ഇട്ട് വെറുതെ സ്ക്രിബ്ലിംഗ്, ലൈക്ക് ഇങ്ങനെ കുരുകുരുകുരാന്ന് വരച്ചിടാൻ വേണ്ടിയിട്ട് കൊടുക്കണം. ഇതൊക്കെ അവിടെ ഈ ഒരു മസിൽസിനെ ആക്ടിവേറ്റ് ആക്കും, നല്ല ഡെവലപ്മെന്റ് നടത്തും. ദെൻ പിന്നെന്താ? മുടി പിന്നാൻ പഠിപ്പിക്കും. കേൾക്കുന്നില്ല? എനിവേ, ഞാൻ പറഞ്ഞത് ഇപ്പൊ 2 എണ്ണം പറഞ്ഞു അല്ലെ? വളരെ പ്രധാനപ്പെട്ട 2 എണ്ണം. ഏതാന്ന് പറഞ്ഞു തരട്ടെ? ഓക്കെ, ഒന്നെന്ന് വെച്ചാല് മണ്ണില് മണ്ണപ്പം ചുട്ട് കളിക്കുക. ലൈക്ക് മണ്ണ് കുഴക്കുക, അത് വെച്ച് കുറെ ആകൃതി ഉണ്ടാക്കുക. ലൈക്ക് അങ്ങനെയുള്ള കളിക്ക് ഭയങ്കര, ഇവരെ ഹാൻഡ് റൈറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ആവാന്ന് പറയുന്നുണ്ട്. എന്താ അതിന്റെ സയൻസിന് എനിക്കറിയില്ല. ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര സൂപ്പർ ആവും കൂടി മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക്. ദെൻ അത് നന്നായിട്ട് കുഴക്കേ, വെറുതെ മണ്ണ് കളിക്കാന്നുള്ളതല്ല, വെറുതെ ഇതിട്ട് കളക്കിയിട്ടൊന്നും കാര്യമില്ല. ജസ്റ്റ് കൈ അതിൽ അങ്ങോട്ട് ഇങ്ങനെ ആവണം, നല്ല ഫ്രഷ് മണ്ണായിരിക്കണം കേട്ടാ. ദെൻ അടുത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുല്ല് പറിക്കുക. മുറ്റത്തെ പുല്ലൊക്കെ ഇല്ലേ, ഇനിയിപ്പോ എല്ലാരും ഇറക്കിക്കോ, മഴക്കാലം ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇറക്കിക്കോട്ടാ. അതായത് പുല്ല് പറിക്കുന്നതിന്റെ പവർ വേറെ ഒരു ആക്ടിവിറ്റിക്കും കിട്ടൂല. പുറത്തെ മുറ്റത്തെ പുല്ല് പറിക്കുന്നതിന് അവര് നല്ല പ്രഷർ കൊടുക്കുന്ന, വലിക്കുന്ന, അതില്ലേ അവർക്ക് ആ ഒരു പ്രതലത്തിൽ എത്ര പ്രഷർ കൊടുക്കണം എന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണ് കുട്ടികളിൽ ഏറ്റവും ബെസ്റ്റ് കഴിവ് കേട്ടാ. ചില കുട്ടികൾ അടിച്ചാലൊക്കെ ഉണ്ടല്ലോ നമ്മള് സ്വർഗം കാണാം. കുട്ടിക്ക് അറിയില്ല എത്ര ഇത് കൊടുക്കണം എന്നുള്ള, അല്ലെ? ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് വന്ന കുട്ടീന്റെ അടുത്ത് നിന്നെല്ലാം കിട്ടി നമുക്ക് തിരിച്ചു വരെ ഒന്നും പറയാൻ പറ്റില്ല, കൊണ്ടിട്ടിങ് വരിക അല്ലെ? അപ്പൊ
അതൊക്കെ ഓരോ കുട്ടികളെ കഴിവോ ബുദ്ധിയുടെയും അതിന്റെ ഒക്കെ ബ്രെയിനിന്റെ കളിയാണ് കേട്ടാ. ചില ഈ എന്താ പറയാ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരടി മതി, വേറൊന്നും പിന്നെ നമ്മള് കിളി പോയതൊന്നും കാണൂല. എന്റെ മോളുടെ ഒരു അടിമതി എനിക്ക് ഇന്നലെ ഒന്ന് കിട്ടി കണ്ണടക്കിയിട്ട്. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരു പ്രതലത്തിൽ, അത് നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളെ മുന്നിൽ വരും. ഈ ബാക്കിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികളൊക്കെ സ്പെഷ്യൽ സ്കൂളിലേക്ക് വിടാം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അങ്ങനെ സ്പെഷ്യലിലേക്ക് അയക്കൂല. ഭയങ്കര സീവിയർ ആയിട്ടുള്ളതൊക്കെയാണ് അയക്കുള്ളൂ. നിങ്ങളെ മുന്നിൽ തന്നെ ഇവര് വരാം. ആരെ മുന്നിൽ? ഈ പാവം പിടിച്ച പ്രീ സ്കൂൾ ടീച്ചേഴ്സിന്റെ മുന്നിലേക്ക് ഇവര് വരാം. പിടിച്ചെടുത്ത് നിൽക്കൂല. ഇപ്പൊ ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇളക്കിയ 4 സ്കൂൾ അപ്പുറം പോയി നോക്കിയാൽ മതി അവരെ. മനസ്സിലായോ? അതാണ് അവരൊരു കളി. അതിനെ കുറിച്ച് നമുക്ക് നല്ല രസകരമായിട്ടുള്ള ക്ലാസ് നമുക്ക് സെറ്റ് ചെയ്യണം. അവിടെ ഓക്കെ. ADHD ഇപ്പൊ വളരെ നോർമൽ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഒന്നാമത് ഇതിന് ആരാന്നറിയും? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഈ ADHD ഒക്കെ വരുന്നത്. നമുക്കത് പിന്നീട് നോക്കാം. ഓക്കെ, എന്താവും നോക്കുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് എന്തായിരുന്നു? ഈ ആക്ടിവിറ്റി കുട്ടിനെ എത്രത്തോളം നല്ല ഡെവലപ്മെന്റ്സ് വരുത്തിക്കും എന്നുള്ളത് അല്ലെ. അപ്പൊ അതുപോലെ ക്ലേ കൊടുക്കുക. ഈ കുട്ടികളെ ഇടയ്ക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോ ഒരു ചെറിയ പീസ് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഫുഡ് വേസ്റ്റ് ആക്കുമല്ലേ? ഫുഡ് വേസ്റ്റ്, ഈ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഈ മൈദയൊക്കെ വെറുതെ കുഴച്ചിട്ട് കൊടുക്കുമ്പോഴായിരിക്കും അതൊക്കെ വേസ്റ്റ് അല്ലേ? പക്ഷെ എങ്ങനെയാ വേസ്റ്റ് ആകുന്നത്? നമുക്ക് ഈ കഴിച്ചാൽ കിട്ടുന്നതിനേക്കാളും ഗുണമാണ് ഈ കുട്ടിക്ക് ഇത് കൈ കൊടുത്താൽ കിട്ടുന്ന ഗുണം. മനസ്സിലായില്ലേ? അത് വേസ്റ്റ് അല്ല. കുട്ടിയെ കളിക്കണം. വെറുതെ കുട്ടി അതിനെ കൊണ്ട് നശിപ്പിക്കുക, വെറുതെ കൊണ്ടുപോയി ചാടാനൊന്നും പറ്റത്തില്ല. ഈ കുട്ടി ഇതിനെ കൊണ്ട് കുറെ ടൈം അത് വെച്ച് കളിച്ചോണ്ടിരുന്നാല് നിങ്ങൾ ആ ചപ്പാത്തി ഉള്ളിൽ പോകുന്നതിനേക്കാളും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് അത്ര വേസ്റ്റ് അല്ല, നല്ലൊരു ഉദ്ദേശത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ ചെയ്യിക്കാന്നുള്ളതാ. പിന്നെ ഈ പറഞ്ഞ പോലെ കറിവേപ്പില, അതുപോലെ എന്താ മറ്റു സാധനം മുരിങ്ങയില, ഇതൊക്കെ ജസ്റ്റ് നുള്ളിപ്പിക്കുക. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. അതൊക്കെ ഒരു ആക്ടിവിറ്റി. ആരാണ് കൂടുതൽ, രണ്ടാളിരുത്തിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെയുള്ള രീതിയിൽ ചെയ്യിപ്പിക്കാം. സ്പോഞ്ച് സ്ക്വീസിങ് ഇസ് വെരി ഗുഡ് ആക്ടിവിറ്റി. അതൊക്കെ അത്രയും അടിപൊളിയാ. അതൊക്കെ ചെയ്യിപ്പിക്കുമ്പോ ആദ്യം ചെറിയ കുട്ടികളാണെങ്കിൽ ബൗളിൽ ചെയ്യിക്കുക. ബൗൾ ടു ബൗൾ, ഒരു ബൗളിനെടുത്ത് മറ്റേലേക്ക്, കാലി ബൗളിലേക്ക്. ഇനിയിപ്പോ കുറച്ചുകൂടി വലിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ബൗൾ ടു ബോട്ടിൽ. മനസ്സിലായില്ലേ? അതൊന്നുകൂടി കോൺസെൻട്രേഷനും കൂട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറ്റൻഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ സോർട്ടിങ് പോലുള്ളത്, അതായത് രണ്ട് ടൈപ്സ് ഓഫ് ബീഡ്സ്, 2 ടൈപ്പ് കളർ ബീഡ്സ് കൊടുക്കുക. റെഡ് ഒന്നില്, ബ്ലൂ ഒന്നില്. ഇനി വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കടലയും മറ്റേ വൈറ്റ് കടല, ബ്രൗൺ കടല രണ്ടും മിക്സ് ആക്കിയിട്ട് അത് വേർതിരിപ്പിക്കുക. ഓക്കെ, എനിക്കൊരു മണ്ടത്തരം പറ്റി. ഒന്നുകൂടി ഇവർക്ക് അറ്റൻഷൻ കിട്ടിക്കോട്ടെ, ഒന്നുകൂടി സെറ്റ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ മുത്താറിയും മറ്റേ സാധനവും കൂടി മിക്സ് ആയി കൊടുത്തു. ഏതേനു മറ്റേ പേരെന്താടാ, ഉലുവേ എന്തോ ഒരു ഐറ്റം കൊടുത്ത് ലാസ്റ്റ് ഞാൻ തന്നെ പെറുക്കി മാറ്റേണ്ടി വന്നു. എന്റെ മുള ഇട്ടിട്ട് പോയി. അപ്പൊ സാറൻ എന്റെ അടുത്ത് പറഞ്ഞു, ഭയങ്കര ഒന്നിനും അത്യാഗ്രഹം പാടില്ല, കുറച്ച് അറ്റൻഷൻ കിട്ടുന്ന പറയുമ്പോഴേക്ക് ഓവറാക്കിയതാ ഞാൻ. ഓക്കെ, വലുതിൽ തുടങ്ങണം. അറ്റൻഷൻ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു ആക്ടിവിറ്റി കുട്ടിക്ക് കുറച്ചുകൂടി അറ്റൻഷൻ വേണമെന്ന് തോന്നുന്ന കുട്ടിയാന്നുണ്ടെങ്കിൽ വലിയത് കൊടുക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അറ്റൻഷൻ കുറവുള്ള ഒരു കുട്ടിക്ക് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമ്മൾ പറഞ്ഞു മാല കോർക്കുക, മീൻസ് മുത്തു കോർക്കുക എന്നുള്ളത്. അറ്റൻഷൻ കുറഞ്ഞ കുട്ടിക്ക് വലിയ ഹോൾ ഉള്ളതാണോ കൊടുക്കേണ്ടത്, ഈ ചെറിയ ഹോളിലൂടെ നൂല് കടത്താനുള്ള ആക്ടിവിറ്റി ആണോ ചെറിയ കൊടുക്കേണ്ടത്? ഹോളിലോട്ട്, ചെറിയ ഹോളിലോട്ട്. വലിയ ഹോള് കൊടുക്കണം. കൊടുത്തിട്ട് ഒന്ന് റെഡി വരുമ്പോ ചെറുത് കൊടുക്കാം. ഓക്കെ, വെരി ഗുഡ്. ഒരാള് ചെറുത് പറഞ്ഞു. ആക്ച്വലി ചെറുത് ഒരിക്കലും കൊടുക്കരുത്. അവരുടെ ബ്രെയിൻ വലുതാണ്. ഭയങ്കര ഡിസ്റ്റർബ് ആവും കേട്ടാ. വലുതാണ് ആദ്യം കൊടുക്കാവൂ, പിന്നെ ചെറുതാക്കുവാണ് വേണ്ടത്. ഓക്കെ, അറ്റൻഷൻ കുറവുള്ള കുട്ടിക്ക് ഭയങ്കര തലചൂടാവും, ടെൻഷൻ ആയി പോവും, ഭയങ്കര പാനിക് ആവും അവര്. അങ്ങനെ കൊടുത്താല്, ചെറിയ ഹോള് കൊടുത്താല് അവര് പോവും. വലിയ ഹോളാണ് അവർക്ക് കൊടുക്കേണ്ടത്. പിന്നെ സൈഡ് കുറച്ച് ഇതൊക്കെ കുറെ ടീച്ചേഴ്സിന് നോർമലി ഉണ്ടാകുന്ന ഡൗട്ട്സ് ആയിട്ട് എങ്ങനെയാന്നുള്ളത് ഇതൊക്കെ മനസ്സിലാക്കുക കേട്ടാ. നമ്മൾ എന്ത് ചെയ്യും, അറ്റൻഷൻ കുറഞ്ഞ കുട്ടിക്ക് ഏറ്റവും വലിയ ടാസ്ക് കൊടുക്കും. ഒരിക്കലും ചെയ്യരുത്. അവർക്ക് ഓവർ ബർഡൻ, നോർമൽ കുട്ടികളെക്കാൾ ഇവർക്ക് പ്രഷർ കൂടും. മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ ഏകദേശം ഫൈൻ മോട്ടോർ മസിൽ എന്താന്ന് മനസ്സിലായി. ഇനി അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്, എത്ര സമയമായി? ഓക്കെ, ഗ്രോസ് മോട്ടോർ മസിൽ. എന്താണ് ഗ്രോസ് മോട്ടോർ മസിൽ? ഇന്ന് ഞാൻ മുടിയൊന്നും കട്ടാത്തോണ്ടില്ല, എനിക്ക് എന്തോ ഒരു ആലോചന അങ്ങനെ തന്നെ കയറി വന്നതാ.
നിങ്ങളുടെ അടുത്ത് എനിക്ക് എന്തോ ഒരു കംഫർട്ട് സോൺ ആണ്. ബാക്കിയുള്ളവരുടെ നമ്മൾ സ്കാർഫ് ഒക്കെ കുത്തി വരും. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. പറഞ്ഞോളൂ. കമോൺട്രാ പറയൂ. ഓടാനും ചാടാനും ഒക്കെ ഉപയോഗിക്കുന്നത്. വലിയ പേശികൾ നമ്മളടുത്ത് ഡെവലപ്പ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ചോദിച്ചാൽ അറിയില്ലെങ്കിലും പറയുന്നവരുടെ കൂട്ടത്തിൽ ഗുലഗുലു ആക്കുന്ന പോലെ ഉണ്ട് ഇപ്പൊ. ആക്ച്വലി ആരോ ഒരാൾ പറഞ്ഞു ഓടാനും ചാടാനും. വളരെ കറക്റ്റ് ആണ്. യൂഷ്വലി നമ്മള് ചെറിയ മഴ നനയാൻ വലിയ അതായത് പേശികളെ ചലിപ്പിക്കാൻ വേണ്ടി. യെസ്, നമ്മൾ നോർമലി ഇപ്പൊ പറഞ്ഞു ചെറിയ പേശിന് ഇതാക്കാനാണ് മറ്റേ ഫൈൻ എങ്കില് ഉറപ്പായിട്ടും വലിയതിനായിരിക്കും ഗ്രോസ് അല്ലെ? നമുക്കൊരു കോമൺ ആയിട്ട് ചിന്തിക്കുമ്പോ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഈ വലിയ പേശികൾ എവിടെയൊക്കെയാ വരുന്നത് ഒന്ന് പറയാൻ പറ്റുമോ? ഗസ് ഉണ്ടോ? കാല്, കാല്, തോളിലെ പേശികള്, ഷോൾഡർ, ചുമട്ടിലെ പേശി, ഞാൻ പറഞ്ഞുതരാം. കൈ, കാല്, ജോയിന്റ്സ്, ഷോൾഡർ, ഹിപ്സ് തുടങ്ങിയ ഇങ്ങനെ നമുക്ക് കൂടുതൽ വെയിറ്റ് ഒക്കെ കൊടുക്കേണ്ട ഏരിയാസിലൊക്കെ നമുക്ക് എന്തുണ്ട്? ഈ ഗ്രോസ് മോട്ടോർ മസിൽ ഉണ്ട്. ഇത് നല്ല ആക്റ്റീവ് ആയിട്ട് കുട്ടിക്ക് നേരെ നിൽക്കാനും നന്നായിട്ട് നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പറ്റുള്ളൂ. ചില കുട്ടികളെ കണ്ടിക്കോ, അതായത് രാവിലെ നല്ലോണം കളിച്ചിട്ട് രാത്രി ഉമ്മാനൊക്കെ കാല് വേദന എടുക്കുന്ന, നടക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഇരുന്ന് തടി കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് ചെറുപ്പത്തിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ടിവേഷൻ നടക്കുന്നതിന്റെ ഒരു ഇതാണ്. അതേ സമയത്ത് വലുതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ 5 വയസ്സിന് ശേഷം ഈ കുട്ടി ഇതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഈ ഗ്രോസ് മോട്ടോർ മസിൽ ഒന്ന് ഡെവലപ്പ് ആവാറുണ്ട്. മറ്റു കാരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷെ മെയിൻ ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അവർക്ക് അത് ആക്ടിവേറ്റ് ആവാനുള്ള വർക്ക്സ് നമ്മൾ കൊടുക്കാനുണ്ട്. അപ്പൊ ചില കുട്ടികൾക്ക് നേരെ നടക്കാൻ വരെ കഴിയില്ല. ഒരു ആട്ടം നടക്കുമ്പോ ഒരു ഉഷാറില്ല, ഒരാട്ടം. നിങ്ങൾ വിചാരിക്കും ഫുഡ് കഴിക്കായിട്ടാണ് അല്ലെ? അത് എല്ലിന്റെ ബലക്കുറവാണ് സംഭവം. ഈ മസിൽസിന് ഉള്ള ശേഷി കുറവാണ് ഇത്, ഈ പേശികൾക്കുള്ള ശേഷിക്കുറവ്. അപ്പൊ അത് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഓടാനും ചാടാനും വെയിറ്റുകളുള്ള സാധനങ്ങൾ എടുക്കാനും ഒരു ബോൾ വന്നാൽ തട്ടാനൊക്കെ പറ്റുള്ളൂ, ചവിട്ടാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് കുറെ സംഭവം വിഷ്വൽ മോട്ടോർ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ വേണ്ട, ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. അപ്പൊ ഈ ഒരു ഗ്രോസ് മോട്ടോർ മസിൽ ആക്റ്റീവ് ആയിട്ടില്ലാത്ത ഒരു കുട്ടിക്ക് പഠനത്തിൽ പിന്നോക്കാവസ്ഥ വരും. 5 വയസ്സായിട്ടും ഇത് ഓക്കെ ആവാത്ത ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി പഠനത്തില് ബാക്ക് അടിക്കും. ഞാൻ പറഞ്ഞില്ലേ ഒരു എന്തായിരുന്നു സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കുട്ടികൾക്ക് പറഞ്ഞായിരുന്നു ഇവിടെ. യെസ്, സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമലായിട്ട് കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇതിന്റെ ലക്ഷണം എന്താന്ന് പറഞ്ഞു തരട്ടെ? എന്താ സ്കോളാസ്റ്റിക്, സ്കോളർഷിപ്പ് എന്നൊക്കെ എഴുതത്തില്ലേ, അതുപോലെ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്. അതായത് ഈ കുട്ടിക്ക് പഠനത്തിലുള്ള പിന്നോക്കാവസ്ഥയാണ് ഇത് കേട്ടോ മെയിൻ ആയിട്ട്. ഓക്കെ, ഈ കുട്ടി തുടർച്ചയായിട്ട് ഒരേ വിഷയങ്ങളിൽ തുടർച്ചയായിട്ട് തോറ്റുകൊണ്ടിരിക്കുക. എത്ര നമ്മൾ പഠിപ്പിച്ചാലും എത്ര ട്യൂഷൻ കൊടുത്താലും ഇംഗ്ലീഷിനും മലയാളത്തിനും ഹിന്ദിക്കൊക്കെ തുടർച്ചയായിട്ട് ഈ എക്സാമിലും തോറ്റു, അടുത്ത എക്സാമിലും തോറ്റു, അടുത്ത എക്സാമിലും തോറ്റു, അങ്ങനെ തോറ്റു. അത് പഠിപ്പിക്കാണ്ടല്ല കേട്ടോ, നമ്മൾ എത്ര പഠിപ്പിച്ചിട്ടും ഇതേ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ കുട്ടി മിക്കവാറും നമുക്കിത് ഏറ്റവും ഡയഗ്നോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു പഠന പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം. മനസ്സിലായില്ലേ? നമുക്ക് പെട്ടെന്നൊന്നും ഈ കുട്ടിക്ക് ഇതാണെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. മനസ്സിലായില്ലേ? ഈ കുട്ടിയുടെ മെയിൻ പ്രശ്നം എന്താ പറയുന്നതെന്ന് അറിയോ? ഈ ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും ഡെവലപ്മെന്റ് ഈ കുട്ടിക്ക് ഉണ്ടാവില്ല. ഈ കുട്ടിക്ക് ഒരു ശേഷിയാണ്. ആ കുട്ടിയുടെ നടത്തം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കുട്ടിക്ക് സംതിങ് ഇങ്ങനെ റെമഡിയൽ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ കണ്ടാൽ ഈ കുട്ടിക്ക് പഠിക്കുന്നില്ല മിസ്സേ എന്നൊന്നും പറഞ്ഞിട്ട് ഒരു പാരന്റ് വരികയാണ്. ഓക്കെ, ഈ കുട്ടി അങ്ങനെ നടന്നു വരികയാണ്. ആ കുട്ടിയുടെ പോസ്ചർ കണ്ടാൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും ഇത് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസിന്റെ എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റു മീൻസ് ലക്ഷണങ്ങളാണ് ഇവർക്ക് ഭയങ്കര അപകർഷതാ ബോധമായിരിക്കും, ഒരു ചമ്മൽ, ഒരു നാണ, എന്നെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, ലൈക്ക് ആ ഒരു സാധനം ഇല്ലേ കുട്ടിക്ക് എപ്പോഴും ഉണ്ടാവും. ഈ കുട്ടി എപ്പോഴും ഉമ്മാന്റെ സാരി തുമ്പിലായിരിക്കും, ഒളിച്ചൊളിച്ച് നിൽക്കും. മനസ്സിലായോ?
എന്നെ കൊണ്ട് പറ്റില്ല, ഇങ്ങനെ ഒരു പേടി, ഒരു ഷൈ എന്നൊക്കെ പറയത്തില്ലേ, അതായിരിക്കും അവർക്ക്, ഒരു കുറവായിരിക്കും എല്ലായിടത്തും. അങ്ങനെ ഒരു പ്രശ്നം ഇവർക്ക് കാണാറുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും. നമുക്കിപ്പോ അതല്ല നമ്മുടെ വിഷയം. ഞാൻ ഇപ്പൊ പറഞ്ഞു വന്നത് ഈ ഒരു ഗ്രോസ് മോട്ടോർ മസിലും ഫൈൻ മോട്ടോർ മസിലും എത്രത്തോളം പഠനമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാ പറയുന്നത്. നിങ്ങളായിരിക്കും ഇതൊക്കെ എന്തിനാ പഠിക്കാൻ, ഇതും വേണം, എന്തിനാ PT ഒക്കെ കൊടുക്കുന്ന സ്കൂളിൽ വെറുതാണോ? അല്ല, ഇതും കൂടി ആക്റ്റീവ് ആയാലേ കുട്ടികൾക്ക് ബ്രെയിൻ വർക്ക് ആവൂ. അതാണ് ഇതിന്റെ മെയിൻ സാധനം. ഓക്കെ, അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്ടിവേറ്റ് ആവുന്നേ, ബ്രെയിൻ ആക്ടിവേറ്റ് ആകുന്നത് എപ്പോഴാ? നിങ്ങൾ ബ്രെയിൻ ജിമ്മ്, ബ്രെയിൻ എക്സസൈസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അത് ചുമ്മാ തലന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് എന്തോ കുത്തിക്കയറ്റലാണോ, അല്ലെ തലയിട്ട് ഇങ്ങനെ കുലുക്കലാണോ എക്സസൈസ്? അല്ല. എന്താ ചെയ്യുന്നത് ബ്രെയിൻ എക്സസൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെ? ബ്രെയിൻ എക്സസൈസ് നല്ല സൂപ്പറാ. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നറിയോ? അവയവങ്ങൾ വെച്ചുള്ള ചലനങ്ങളാണ് മെയിൻ ആയിട്ട് നമ്മള് ബ്രെയിൻ എക്സസൈസ് എന്ന് പറയാ. അതായത് ഇപ്പൊ ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ആക്കുക, അങ്ങനെ ഇങ്ങനെ ഈ ഒരു ഫിംഗർ മടക്കുമ്പോൾ മറ്റത് അടക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇതൊക്കെയാണ് ബ്രെയിൻ ജിമ്മിൽ. അങ്ങനെ ഇങ്ങനെ കുറെ ചലനങ്ങളാണ് എന്ത് ബ്രെയിൻ എക്സസൈസ്. നമുക്ക് ബ്രെയിന് 2 പാർട്ട് ഉണ്ട്. അത് ആർക്കറിയാം? എങ്ങനെ? ഹൈപ്പോതലാമസും ഹൈപ്പോതലാമസും അങ്ങനെ എന്തായിരുന്നു? എന്റെ അത്ര ലെഫ്റ്റ് ആൻഡ് കോൺഷ്യസ് അൺകോൺഷ്യസ്. ലെഫ്റ്റ് ലെഫ്റ്റ് കോൺഷ്യസ്. സൈഡും. യെസ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ആണ് മെയിൻ ആയിട്ടുള്ള ആൻസർ. ആരാണ് ജനുസേ ക്ലാസ്സിലെ പൊന്നെ? റൈറ്റ് ചൂസ് ചെയ്യുന്ന ആള് ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്, അങ്ങനെ കേൾക്കലുണ്ട്. യെസ്, അതായത് ലെഫ്റ്റ് ഹാൻഡ് ഡൊമിനേറ്റഡ് ആയിട്ടുള്ള, ലെഫ്റ്റ് സൈഡ് ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇങ്ങനെ ഇപ്പൊ ഡീപ്പ് നിങ്ങൾക്ക് ഞാൻ കുറച്ചെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതൽ പറയാൻ കുറച്ച് പാടാണ്. ഇത് നമ്മളെ സബ്ജക്റ്റിന്റെ ഭാഗമല്ല, ഇതൊന്നും നിങ്ങൾക്ക് എക്സാമിനൊന്നും പറ്റില്ല. പക്ഷെ അറിഞ്ഞിരിക്കുന്നത് ഭയങ്കരമായിട്ട് യൂസ് ആയി. എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചില ആൾക്കാർ എടങ്കയ്യനാന്ന് പറയും. എടങ്കയ്യനാ മോന്, തൊത്തക്കയ്യാനൊക്കെ പറയും. നമ്മുടെ നിങ്ങൾ തൊത്തക്കയ്യാൻ എന്തോന്ന് പറയാറുണ്ട്. അതായത് ഇടത്തെ കൈക്കായിരിക്കും ചിലര് അടിച്ചു വരാനും കറി അടക്കാനും ചിത്രം വരക്കാനും എഴുതാനും ഒക്കെ ഇടത്തെ കൈ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ട്. ഫാത്തിമത്തുൽ മിസ്രിയ, ഗ്രേറ്റ്, വെരി ഗുഡ്. അതുപോലെ നോർമലി നമ്മൾ കാണുന്നത് റൈറ്റ് ഹാൻഡ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് മെജോറിറ്റി കാണുക, അല്ലെ? ഈ റൈറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്. അതായത് റൈറ്റ് യൂസ് ചെയ്യുന്ന ആളുടെ ഏത് ബ്രെയിനാ വർക്ക് ആവാന്നറിയോ? ഏത് സൈഡ് ബ്രെയിനാ വർക്ക് ആവാന്നറിയോ? ലെഫ്റ്റ്. വെരി ഗുഡ്. അല്ലെ? അപ്പൊ അതായത് ഒരു റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു ആളെന്ന് വെച്ചാൽ, റൈറ്റ് ഹാൻഡ് ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാല് അയാളുടെ പ്രത്യേകത അവരുടെ ലെഫ്റ്റ് ബ്രെയിൻ ആണ് കൂടുതൽ ആക്റ്റീവ് ആവുക. മറ്റാടെ ചലനം നിന്നിട്ടൊന്നുമില്ല, അതവിടെ ആക്റ്റീവ് ആകും. അതേസമയത്ത് കൂടുതൽ വർക്കാവ് ഏതാ? ലെഫ്റ്റ്. ഓക്കെ, ഇനി ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഫാത്തിമത്തുൽ മിസ്രിന്റെ ഒക്കെ ഏത് സൈഡ് ആയിരിക്കും കൂടുതൽ ആക്ടിവേഷൻ നടക്കുക? റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് ആണ്. രണ്ട് കൈ കൊണ്ട് എഴുതൂട്ടോ. ഓക്കെ, അതായത് ചില ഉമ്മമാർ എന്ത് ചെയ്യുന്നറിയോ? എന്റെ മോൻ മാത്രം ഇടത്തെ ആവുമ്പോ എനിക്ക് ഒരു വിഷമ, ഇപ്പുറത്തെ കയ്യിലേക്ക് മാറ്റാം. അത്രയും വലിയ മണ്ടത്തരം ലോകത്തില്ല, കിട്ടിപ്പോക്കാത്. നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി, ലെഫ്റ്റ് ഹാൻഡ് ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ട്. ഓക്കെ, ഞാനൊക്കെ അല്ലോ അടുത്ത കുട്ടിയെങ്കിലും അങ്ങനെ ലെഫ്റ്റ് ഹാൻഡഡ് ആവണേന്ന് ഞാൻ പ്രാർത്ഥിക്കും. അത്രക്ക് യൂസ്ഫുൾ ആണ് അവരെ കൊണ്ട് നമുക്ക് ഭാവിയിൽ. ഓക്കെ, അവർക്കാണെങ്കിലും ഭയങ്കര അടിപൊളിയായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അത് വെറുതെ ഇപ്പൊ ലൈക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടി ഭാഗ്യം ചെയ്ത കുട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അവർക്കുള്ള ജിം, അവർക്കുള്ള എക്സസൈസ് അവർക്ക് കൊടുക്കണം. ഓക്കെ, അല്ലാണ്ട് വെറുതെ ഒരു മൂലക്ക് ഇരുത്തിയിട്ട് കാര്യമില്ല. അതേ സമയത്ത് നോർമലായിട്ട് നടന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഉള്ള ഗുണങ്ങൾ ഉണ്ടാവും. ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും അവര്. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, എല്ലായിടത്തും ആക്റ്റീവ് ആയിരിക്കും. പ്രോബ്ലം സോൾവിങ്, സൊല്യൂഷൻസ് ഒക്കെ കാണാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. ഭയങ്കര ദീർഘവീക്ഷണമായിരിക്കും. ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെയൊക്കെ വരും, ആ സാധനമില്ലേ, അതുണ്ടെങ്കിൽ തന്നെ ലൈഫിൽ സക്സസ് ആവും ഏറെക്കുറെ. ഓക്കെ, ഒരു ഒബ്സർവേഷനിലേക്ക് അവര് പറയാണ്. ഇപ്പൊ മഴയുടെ കോളൊന്നും കാണുന്നില്ല, 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കല്യാണത്തിന് ഇവൻ പറയും അന്ന് ഇന്ന ദിവസമല്ലേ, അന്ന് നമ്മൾ പന്തലിട്ടോ പരിപാടിക്ക്, മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ട് മഴ പെയ്തിരിക്കും. മനസ്സിലായില്ലേ? അത് മാജിക് ഒന്നല്ല, അവരുടെ ദീർഘവീക്ഷണമാണ്. അത് അങ്ങനെ ഒരു കഴിവ് അവർക്കുണ്ട്, അവരുടെ ബ്രെയിനിനുണ്ട്. അവർ കണക്ട് ചെയ്യും, പല
ഹിസ്റ്ററീസും പല സിറ്റുവേഷൻസ് അതിനൊരു ഒരു കൊല്ലൊന്നിരുന്ന് ചിന്തിക്കുകയല്ല ചെയ്യുക. ടിന്നും പറഞ്ഞിട്ട് അവർക്ക് വരും. ഈ സാധനം നമുക്കുണ്ടെങ്കിലും റൈറ്റുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിലും പെട്ടെന്ന് കണക്ട് ആവൂല. എടുത്തങ്ങോട്ട് എന്ത് പറയും, അതങ്ങനെ ഇട്ടോ പരിപാടിയൊക്കെ പന്തലിടണ്ടെന്നങ്ങ് പറയും. ഇപ്പൊ മഴയൊന്നും ഇല്ലല്ലോ, പന്തലിടണ്ടെന്ന് പറയും. പക്ഷെ ഈ 5 ദിവസം കഴിഞ്ഞാൽ കർക്കിടകം തുടങ്ങാന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവമൊന്നും ആർക്ക് പെട്ടെന്ന് കത്തൂല, ഓർമ്മയിൽ വരൂല, റൈറ്റിന് വരൂല. ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ട് അവർക്ക് പെട്ടെന്ന് അങ്ങ് കത്തും. ഇത്ര ഒരു 2 മാസം കഴിഞ്ഞിട്ടുള്ളത് ഇവർക്ക് പെട്ടെന്ന് കത്തും അല്ലെ? അതാണ് അവരുടെ പ്രത്യേകത. അവർക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഓ മൈ ഗോഡ്, പറഞ്ഞാ തീരൂല. അത്രക്ക് സൂപ്പറാണ് ലെഫ്റ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ആൾക്കാര്. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആർട്ടിഫിഷ്യലി നമ്മൾ റൈറ്റ് ബ്രെയിനെ ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യും. അതിനുള്ള എക്സസൈസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പെണ്ണ് ഇപ്പുറത്ത് പിടിപ്പിക്കാനൊന്നും പറ്റൂല കേട്ടാ. ഒരു കുട്ടിനെ ആ കൈ മാറ്റിപ്പിക്കുന്നതിന് പല പ്രശ്നങ്ങളും വരും. അതായത് ഇപ്പൊ മിസ്രിനെ പോലത്തെ ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കേ, ആ മിസ്രി തന്നെയല്ലേ എനിക്ക് ഒരു ഇതെല്ലാം അയച്ചെടുത്തല്ലേ, ഈ മിസ്രി തന്നെയല്ല ആ മിസ്രി. യാ, ചിത്രം വരച്ചിട്ടയക്കും, പാട്ട് പാടിയിട്ടയക്കും. ലൈക്ക് ഓ മൈ ഗോഡ്, വെറുതെ ആണോ? ഞാൻ കരുതിയോ ഹോ. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും. എല്ലായിടത്തും അവര് കൈ വെക്കും, ഒരു കൈ അവര് വെച്ചിരിക്കും. ഓക്കെ ഓക്കെ, മാഷാഅല്ലാ, ഗ്രേറ്റ്. അവരങ്ങനെ അങ്ങനെ കെട്ടിപ്പൂട്ടി നിൽക്കൂല. ഇപ്പൊ ഞാനിപ്പോ അങ്ങനെ ഒരാളാന്ന് വിചാരിക്കാം, ഈ ഒരു റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാളാന്ന് വിചാരിക്കുക, അതായത് ലെഫ്റ്റ് യൂസ് ചെയ്യുന്ന ആളാന്ന് വിചാരിക്കുക. അപ്പോ അങ്ങനെ വരുന്ന ഒരാൾ ഇപ്പൊ എനിക്ക് കുറെ ഇതുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, എനിക്ക് ഇതൊന്നിലേക്കൊന്നും ഇറങ്ങാൻ പറ്റൂല, ക്രിയേറ്റീവ് ആവാനുള്ള അവസരങ്ങളൊന്നും ഇല്ല, അതൊന്നും വക വെക്കൂല. അതെല്ലാം പോൾ ചെയ്ത് എന്ത് സിറ്റുവേഷനിലും അവരവരുടെ ക്രിയേറ്റിവിറ്റി ആയിട്ടും അവരവരുടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയിരിക്കും. അതിനിപ്പോ ഉമ്മയായി 5 മക്കളെ ഉമ്മയായി 10 മക്കളെ ഉമ്മയായാലും ഇവരെന്ത് ചെയ്തോണ്ടിരിക്കും? കളർ ചെയ്തോണ്ടും തുന്നിക്കൊണ്ടും വരച്ചുകൊണ്ടും ഇരിക്കും. മനസ്സിലായോ? എന്നാണ് ഇവരുടെ ഒരു പ്രത്യേകം. ഭയങ്കര രസമാണ്, അവരുടെ ലൈഫ് ഒരു രസമായിരിക്കും, മൊത്തത്തിലൊരു രസമായിരിക്കും. ഓക്കെ, എനിവേ നെക്സ്റ്റ് ആയിട്ട് പറയാനുള്ള എന്താണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നേ? അപ്പൊ ബ്രെയിൻ്റെ ഒന്നല്ല ഇപ്പൊ നമ്മുടെ വിഷയം. എന്താണ് ഈ ഒരു ചലനം എങ്ങനെ പഠനമായിട്ട് കണക്ട് ആവുന്നു? ഈ ചലിക്കുമ്പോഴാണ് ബ്രെയിൻ ആക്ടിവേഷൻ നടക്കുന്നത്. ബ്രെയിൻ ആക്ടിവേഷൻ നടന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഫൈൻ മോട്ടോറും ഗ്രോസ് മോട്ടോറും ടീച്ചർ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. ടീച്ചർ എന്തിനാ ഈ ബയോളജിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചിരിക്കുന്നത്? ഇതൊക്കെ ബയോളജിക്കലി വരുന്ന സംഭവങ്ങളാണ്. ബ്രെയിന് അല്ലെ, മോട്ടോർ മസിൽസ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് ഇതൊക്കെ എവിടെ ആവശ്യമുണ്ട്? പഠനത്തിൽ എങ്ങനെ ആവശ്യം വരുന്നു? ചൈൽഡ് സൈക്കോളജിയിൽ ഇങ്ങനെയൊക്കെയാണ് വരിക കേട്ടാ. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഇതൊക്കെ നിങ്ങൾ എവിടെയും കൂടി അപ്ലൈ ചെയ്യണം. നിങ്ങളെ ക്ലാസ്സിൽ കുറച്ച് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ടും ഇതൊക്കെ അങ്ങനെയാ യൂസ് ആക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, എനിവേ നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറയണം. നിങ്ങളുടെ മെന്റർ ആരാണോ അവരാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കി സെറ്റ് ആക്കുക. ഓരോ ഗ്രൂപ്പിനും ഓരോ ലീഡേഴ്സ് സെറ്റ് ആക്കണം. ഒരു ഗ്രൂപ്പില് 4 പേരൊക്കെ മതി. നിങ്ങൾ ഒരുപാട് പേരുണ്ടല്ലോ, 4 പേര് ഒരു ഗ്രൂപ്പിൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങൾക്ക് 4 പേർക്കും പറ്റുന്ന ഒരു ടൈം നോക്കിയിട്ട് ഒരു സൂം മീറ്റിംഗ് സംഘടിപ്പിക്കുക. അവിടുന്ന് ഫാത്തിമ, അതുപോലെ സാബിർ, അവരെയാണ് ഞാൻ കാണുന്നത്, സഫൂറ, ഫർഹാൻ, ഇവർ 4 പേര് ഒരു ടീമാന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 4 പേര് ആദ്യം ഒരാൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ കുറച്ച് ഇത് തരും, കുറച്ച് ടോപ്പിക്സ് തരും. ആ ടോപ്പിക്സിന്റെ ബേസിൽ നിങ്ങൾ ക്ലാസ് എടുത്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്തോ. പറ്റുമെങ്കിൽ ഡെയിലി ചെയ്യണം. ചിലർ വീക്കിലേ ചെയ്യാറുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിക്കണ സമയത്ത് നമ്മുടെ അടുത്ത് വീക്കിലിയോ നിങ്ങൾക്ക് എപ്പാ ഫ്രീ ആകുന്ന ആ സമയത്ത് ചെയ്യാനാ പറഞ്ഞത്. ഞാൻ ഡെയിലി 3 മണിക്കൊക്കെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര ഇടുന്നോ, നിങ്ങളിപ്പോ വിചാരിക്കും പിന്നെ ഇതിന്റെ ഇടക്ക് ഇത് എന്നൊക്കെ വിചാരിക്കുന്നേ, ഇത് ആർക്കാവും? നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ഭാവി, നാളെ എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ എത്ര എഫേർട്ട് ഇടുന്നോ, അന്ന് ഞാൻ ഈ ഉറക്കമൊഴിച്ച് 3 മണിക്ക് ഇരുന്ന് ഇവളൊക്കെ വിളിക്കും. എന്റെ കൂടുതൽ ടീമെല്ലാം ഗൾഫിലായോണ്ട് അവരുണ്ടാവും ലൈനില്. ഞാൻ വിളിക്കട്ടെ, നമുക്കൊന്ന് ഒരാൾ മതി എനിക്ക്. ഞാൻ പറയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, എന്റെ ഒരു ക്ലാസ് ഒന്ന് നോക്കുവോ? അപ്പൊ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് പോയ ടീംസ് ഉണ്ട്. അവരിപ്പോഴും ആടി ഇരിക്കേണ്ട കുട്ടികളെ പഠിപ്പിച്ചിട്ട്. സത്യം, കുട്ടികളെ പഠിപ്പിച്ചോണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്ര വർഷമായി, 5, 6, 7ാമത്തെ വർഷത്തിലേക്ക് പോണ്. അപ്പോൾ അവരവിടെ കുട്ടീനെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ടീച്ചേഴ്സിന്റെ അടുത്ത് എത്തി. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എത്ര ഇടുന്നു എന്നുള്ളതിലാണ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്നുള്ളത്. സോ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ടോപ്പിക്സ് ഞാൻ തരും. ചെറിയ ടോപ്പിക്സ് ലൈക്ക് എന്താണ്, ആൽഫബറ്റ്സ്, ഫ്രൂട്ട്സ്,
അങ്ങനെ തരാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം. ഒരാള് എന്താണ് പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ 4 ആൾ ഇരുന്നിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെ കൂടുതൽ ആഡ് ചെയ്യാം, എന്തൊക്കെ വെച്ച് നമുക്ക് ഒന്നുകൂടി ഇത് കുട്ടികളിലേക്ക് എത്തിക്കാം എന്നതാണ് നിങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ടീച്ചറെ അടുത്ത് പറയാ, നിങ്ങളുടെ മെന്റർ അടുത്ത് പറയാ, പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളായിട്ട് തന്നെ മുന്നിൽ വരാം. ഓരോ ലീഡേഴ്സ് നിങ്ങൾ തന്നെ തീരുമാനിക്കാം, ഇത്ര ആൾക്കാർ അങ്ങനെ അങ്ങനെ. അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്. അത് എന്റെ കാറ്റഗറി, ഞാൻ നിങ്ങൾക്ക് തരാനേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ ഐഡിയ മെന്റർ പറയുന്ന പോലെയും ചെയ്യാം. മനസ്സിലായല്ലോ? പ്രാക്ടീസ് അടിപൊളിയായാലേ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ആൽഫബറ്റ്സ് ഇങ്ങനെ പഠിപ്പിക്കൂ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ പഠിപ്പിക്കുന്നു തരൂല. അത് എവിടെയും നിങ്ങൾക്ക് കിട്ടൂല. പ്രാക്ടീസും പൊതുവെ എവിടെയും കിട്ടൂല. പക്ഷെ ഇവിടെ ഞാനായിട്ട് സെറ്റാക്കിയ സാധനമാണ് ഈ പ്രാക്ടീസ്. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്താക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം എനക്കറിയാം ഇതിന്റെ എഫക്ട് എത്രയാന്നുള്ളത്. സോ അതുപോലെ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. നല്ല ഓരോ ദിവസം ഞാൻ ചിലരെ വിളിച്ചിട്ട് പറയും, ഒന്ന് പ്രസന്റ് ചെയ്തെന്ന് പറയുമ്പോ പ്രസന്റ് ചെയ്യാൻ വേണ്ടി പറയും. റെഡി? ഓക്കെ അല്ലേ? ഇനി ഇവിടെ ചമ്മലില്ല, നാണക്കേടില്ല, ഒളിച്ചിരിക്കലില്ല. എല്ലാരും ഞാൻ പറയുന്ന ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഒരു ടീച്ചർ ആകുന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് മാറ്റി വെക്കേണ്ട സാധനം ഉളുപ്പ് എന്ന് പറയുന്ന സാധനമാണ്. മനസ്സിലായില്ലേ? ഞാൻ എല്ലാ എന്റെ സ്റ്റുഡൻസിനും പറയാം. അതായത് ഈ ആക്ഷൻ സോങ്സ് ഒക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ട സ്ഥലമായിരിക്കും ഇവിടെ. ഓക്കെ, കുട്ടികൾക്ക് എന്ത് കോലവും കെട്ടേണ്ടി വരും. നിങ്ങൾ കണ്ടിട്ടില്ലേ, മിട്ടുപ്പൂച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനമൊക്കെ ആക്കണം. ഇത്രയും ആൾക്കാരെ മുന്നിൽ പ്രസന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര ഇത് വേണം അല്ലേ? അപ്പൊ അതൊക്കെ എടുത്തങ്ങ് മാറ്റാ. നിങ്ങൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ അത് മാറ്റി വെക്കുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ എക്സ്ട്രോവേർട്ട് ആവുന്നു അത്രത്തോളം നിങ്ങൾ ജോലിയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്, ഏറ്റവും നല്ല ടീച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ടീച്ചർ കുറേ കുട്ടികൾ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടാ. ഒരുപാട് കുട്ടികൾ നമ്മുടെ എല്ലാവരും ജോലിയായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി 6 മാസം, എത്ര മാസത്തിനൊക്കെ ഇനി ബാക്കിയുള്ളത്, 6, 7, 8, 9 എത്രയാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യും. ഇതുപോലെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു ഗ്രൂപ്പ് പോയിട്ട് ചോദിച്ചു, ആരൊക്കെ ജോലിയിൽ ജോയിൻ ചെയ്തൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, ചെടപെട എന്ന് പറഞ്ഞിട്ട് വരുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. സെഷൻ ട്രെയിനിങ് എപ്പോഴാ വരിക മാം? എന്താടാ? നമ്മൾ സ്കൂളിൽ പോയിട്ട് ട്രെയിനിങ്ങിന് പോവല്ലോ, അത് എപ്പോഴാ ടൈം വരിക? ലാസ്റ്റിലോട്ടാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സബ്ജക്റ്റ് ഒക്കെ കവർ ആയിട്ടായിരിക്കും, ഏകദേശം ഓൾമോസ്റ്റ് കവർ ആവുമ്പോഴേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടാ. കാരണം ഇപ്പഴേ എക്സാമിനോട് അടുപ്പിച്ച്. അറിയില്ലല്ലോ. നിങ്ങൾ എന്താണ് പോയിട്ട് ചെയ്യാ? ഇപ്പൊ അറിയൂല. അപ്പൊ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് തരും. ഇനി പോയിട്ട് ചെയ്യാൻ പറ്റാത്ത ഗൾഫിലുള്ള ആൾക്കാര്, മറ്റ് ഗർഭിണി, സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഓൺലൈൻ ആയിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രം വിത്ത് പ്രൂഫ് വേണം, ഞാൻ ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്ന് പറയുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്തു തരും? ഓൺലൈൻ ആയിട്ടും കുട്ടികളെ തരും പഠിപ്പിക്കാൻ. ഓക്കെ, മനസ്സിലായല്ലോ? എനിവേ, താങ്ക് യു സോ മച്ച്. ഒരു വർക്ക് തന്നില്ലേ അതിനെ കുറിച്ച്? വർക്ക് അത് നോട്ടിൽ എഴുതാൻ മതിയോ? അസൈൻമെന്റ് ആക്കി തന്നത് ട്രീനെ കുറിച്ചും എഴുതിയാ മതി. മരത്തിനെ കുറിച്ചല്ലായിരുന്നു, മരവും കുളവും പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? യെസ് യെസ്. അത് 3 തരത്തിലുള്ള ആൾക്കാരും കൂടി ഒന്നിച്ചാക്കി എഴുതിയാൽ മതി. അതായത് മരം, വിഷ്വലും ഓഡിയോയും വേണം, ഓഡിറ്ററി ആയിട്ടുള്ള കുട്ടികൾ. ഓക്കെ, മറ്റേത് എല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇത് ഓവറായുള്ള പ്രശ്നം ഞാൻ എടുത്ത് പറഞ്ഞേക്കോ, ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നൂടെ? അതായത് ഈ കിനസ്തെറ്റിക് ഓവറായ ഒരു കുട്ടിയുടെ കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കുട്ടിക്ക് ടച്ച് ആണല്ലോ കിനസ്തെറ്റിക് എന്ന് പറയുന്നത്. ഈ കുട്ടിക്ക് ഒരു കാര്യം നമ്മൾ പറയണത് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ കുട്ടിയെ നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് പറയണം. സിറ്റുവേഷൻ ഓർത്തോക്കെ. അത് ഓവറായാലും പ്രശ്നമാണ്. എന്തും അല്ലെ, അമിതമായാല് അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ആ കുട്ടി അത് മനസ്സിലാക്കണം. ഈ ഉമ്മ എന്നോട് ഇന്നതാണ് പറഞ്ഞത്, അത് പോയിട്ട് എടുത്തിട്ട് പോകാന്ന് ഈ കുട്ടിയോട് ജസ്റ്റ് പറഞ്ഞ കുട്ടിക്ക് കേൾക്കൂല. കുട്ടിക്ക് കേൾവി ഇല്ലായിട്ടല്ല, കുട്ടി കേൾക്കുന്നുണ്ട്, ഇത് ഏടെ എത്തുന്നില്ല, ഉള്ളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട്? കുട്ടി ഓവർ കിനസ്തെറ്റിക്, ഈ കുട്ടിനെ ടച്ച് ചെയ്തുകൊണ്ട് പറയണം. ഇത് ഓവർ ആകുന്നതും പ്രശ്നമാണ്. ചില സമയത്ത് ഇത് ഓവർ ആകുന്നത് ഗുണവും ആവും. ഏതാണെന്നറിയോ? ഓഡിറ്ററി. ഓക്കെ, ഞാൻ അടുത്ത് പറഞ്ഞിരിക്കണം. എന്റെ അങ്കിളിന്റെ കാര്യം പറഞ്ഞോ? ഇല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലെ? അതായത് എന്റെ ഒരു അങ്കിൾ ഉണ്ട്, ഇപ്പൊ കല്യാണം കഴിഞ്ഞു. എന്റെ ഇളയതാ, എന്റെ 1 വയസ്സിന് ഇളയതാ. അവന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു. എന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ടവർക്ക് അറിയാം. ഓക്കെ, പറഞ്ഞിരുന്നു. ഈ കുട്ടിയുടെ ഇവന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഞാന്? പഠിപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? യെസ്, ഇവന് ഭയങ്കര ഓഡിറ്ററിയാ, ഓവർ ഓഡിറ്ററിയാ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഗുണം എന്തായിരുന്നു? അവന് വീട്ടിൽ വന്ന് പഠിക്കേണ്ട ആവശ്യമില്ല, അവന് ക്ലാസ്സിൽ തന്നെ പഠിച്ചാൽ പോതും. മനസ്സിലായില്ലേ?
ഓക്കെ, അപ്പൊ അത് അങ്ങനെ ഒരു ഗുണം ഇവർക്കുണ്ട്. അത് ഭയങ്കര ഓവറൊന്നല്ല, അത്യാവശ്യം കുറച്ചു കൂടുതൽ ഡോമിനേറ്റഡ്. അതായത് അതൊന്നും കൂടി കൂടിയാലുണ്ടല്ലോ വേറെ പ്രശ്നമുണ്ട്. ഈ ഓഡിറ്ററി ഓവർ കൂടി പോയാല് ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മീൻസ് എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുക, എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള സൗണ്ട് വന്നവർ അവർ ഡിസ്ട്രാക്ട് ആവും, അവർക്ക് അത് ബുദ്ധിമുട്ടാവും. മനസ്സിലായോ? ഓക്കെ, എനിവേ ബൈ, ഗുഡ് നൈറ്റ് ഓൾ. ഷാനി ഓഫ് അല്ലെ? ഷാന, ബൈ.